ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏജസ് ആണ്. ഏജസ് ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ആ കൺസെപ്റ്റ്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് നമ്മളോട് ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയാ, റാംസേജ് 5 years ago was 50. ഈ 5 years ago എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റിലോട്ടാണോ ഫ്യൂച്ചറിലോട്ടാണോ? പാസ്റ്റ് ആണ് അല്ലെ? അതായത് 5 വർഷം മുമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുക. റാംസേജ് 5 years ago was 50. എന്താ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്? രാമിന്റെ ഏജ് 5 വർഷത്തിന് മുമ്പ് 15 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ രാമിന്റെ പെർസെന്റേജ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് രാമിന്റെ പെർസെന്റേജ്. നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? രാമിന്റെ ഏജ് 5 വർഷം മുമ്പ് 15 ആണ്. അപ്പൊ നമ്മുടെ പെർസെന്റേജ് എത്രയാ? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ് -5 അല്ലെ? പെർസെന്റേജിൽ നിന്ന് 5 കുറയ്ക്കാൻ തരും. അതാണ് എന്തിന് ഈക്വൽ ആയിട്ട് വരുന്നത്? 15ന് ഈക്വൽ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ രാമിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആയിരിക്കും അല്ലെ? 5 വർഷം മുമ്പ് റാമിന്റെ ഏജ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ്ലി എത്ര വയസ്സായിരിക്കും? 20 വയസ്സായിരിക്കും. ഇനി അതേപോലെ ഈ എഗോ എന്ന് വന്നാലും പാസ്റ്റ് ആണ്. അതേപോലെ ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റിൽ പറയാൻ പോകുന്നത് ഇങ്ങനെയാന്ന് വിചാരിക്കാം. റാംസേജ് ആഫ്റ്റർ 5 years. അങ്ങനെയാണെങ്കിലോ ആഫ്റ്റർ 5 years എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 5 വർഷം കഴിയുമ്പോൾ അല്ലെ? 5 വർഷം കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് എക്സ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് എത്രയായിരിക്കും? x+5 ആയിരിക്കും അല്ലെ? പെർസെന്റേജ് എക്സ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയാൻ തരും. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? റാംസേജ് ആഫ്റ്റർ 5 years, 5 വർഷം കഴിയുമ്പോൾ. പെർസെന്റേജ് എക്സ് ആണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അയാളുടെ വയസ്സ് എത്രയായിരിക്കും? x+5 ആയിരിക്കും അല്ലെ? ഇനി അതേപോലെ ഒരു കാര്യം ഓർക്കുക. 15 ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 15 years hence his age will be 20. ഇതിന്റെ അർത്ഥം എന്താ? ഈ ഹെൻസ് എന്ന് പറഞ്ഞു വന്നാലും എങ്ങോട്ട് തന്നെയാണ്? ഫ്യൂച്ചറിലോട്ട് തന്നെയാണ്. ഓക്കെ, അതായത് 15 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് 20 ആയിരിക്കും. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ. 15 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഈ ഹെൻസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഫ്യൂച്ചറിലോട്ടാണ് പോകുന്നത്. അപ്പൊ പെർസെന്റേജ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? 15 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് 20 ആണ് അല്ലെ? 15 വർഷം കഴിയുമ്പോൾ, അതായത് അയാളുടെ വയസ്സ് എത്രയായിട്ട് കൂടും? ഇയാൾക്ക് ഇപ്പൊ എക്സ് വയസ്സാണ് അല്ലെ? ഇനി 15 വർഷം കഴിയുന്നത് അയാൾക്ക് എത്ര വയസ്സൂടെ കൂടും? 15 വയസ്സൂടെ കൂടും. അപ്പൊ എത്രയായി? x+15 ആയി. അതാണ് എത്രയെന്ന് പറയുന്നത്? 20 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര? 5 ആയിരിക്കും അല്ലെ? ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചേ. The ratio of percentage of Mohan and Kamala is 4:5. Okay. If the sum of their ages is 72, find the ratio of their ages 10 years from now. Okay. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുണ്ട് മോഹന്റെയും കമലയുടെയും ഏജിന്റെ റേഷ്യോ. മോഹന്റെയും കമലയുടെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. എത്രയെന്ന്? 4:5 എന്ന്. ഓക്കെ, ഇനി പിന്നെ എന്തൂടെ പറഞ്ഞിട്ടുണ്ട്? ഇഫ് ദ സം ഓഫ് ദെയർ ഏജ് ഈസ് 72 years. എന്താ തന്നിരിക്കുന്നത്? അവരുടെ ഏജിന്റെ സം, അവരുടെ രണ്ടുപേരുടെയും ഏജിന്റെ സം എത്രയും തന്നിട്ടുണ്ട്? 72 തന്നിട്ടുണ്ട്. അതായത് മോഹന്റെ ഏജ് പ്ലസ് കമലയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 72 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നോക്കിയേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് 10 years from now. 10 വർഷം കഴിയാൻ നേരത്ത് അവരുടെ ഏജിന്റെ റേഷ്യോ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, അവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ എത്രയും തന്നിട്ടുണ്ട്? 4:5 ആണ് തന്നിട്ടുണ്ട് അല്ലെ? അതായത് മോഹന്റെ ഏജ് എന്ന് പറയുന്നത് എന്താ? 4ഉം കമലയുടെ ഏജ് എന്ന് പറയുന്നത് എന്താ? 5 ആണ്. ഓക്കെ, അതായത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു എക്സ് വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഈ രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണല്ലോ അവരുടെ റേഷ്യോ നമുക്ക് 4:5 എന്ന് കിട്ടുന്നത്.
അപ്പൊ നമുക്ക് മോഹന്റെ ഏജ് എത്രയെന്ന് എടുക്കാം? 4x എന്ന് എടുക്കാം. അതേപോലെ കമലയുടെ ഏജ് എത്രയെന്ന് എടുക്കാം? 5x എന്ന് എടുക്കാം. മോഹന്റെ ഏജ് എത്രയാണ്? 4x ആണ്. കമലയുടെ ഏജ് എത്രയാണ്? 5x ആണ്. ഓക്കെ, അതാണ് എത്രയും തന്നിട്ടുള്ള 72 എന്ന് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. 4x plus 5x എത്രയാ? 9x ആണ്. 9x ആണ് എത്രയെന്ന് പറയുന്നത്? 72 എന്ന് പറയുന്നത്. 9x 72 ആണെങ്കിൽ x എത്രയാ? 8 ആ. നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി നോക്കാം, എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ മോഹന്റെ ഏജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? മോഹന്റെ ഏജ് എത്രയാണ്? 4x ആണ്. എക്സിന്റെ വാല്യൂ 8 ആണ്. അപ്പൊ എത്രയായി? 4 into 8 ആയി. 4 into 8 എത്രയാ? 32 ആണ്. അതേ ഡിവൈഡഡ് ബൈ കമലയുടെ ഏജ് എത്രയാ? 5x ആണ്. 5x എന്ന് പറയുന്നിടത്ത് 5 into 8 എത്ര? 40. നമുക്ക് എന്ത് കിട്ടി? മോഹന്റെ ഏജ് 32 ആണെന്ന് കിട്ടി. മോഹന്റെ പ്രസന്റ് ഏജ് 32 ആണെന്നും കിട്ടി. കമലയുടെ ഏജ് 40 ആണെന്നും കിട്ടി. നമ്മളോട് പക്ഷെ അതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന 10 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ മോഹന് 32 വയസ്സായി. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിയാൻ നേരത്ത് മോഹൻ എത്ര വയസ്സാവും? ഓൾറെഡി 32 വയസ്സായി. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിയാൻ നേരത്ത് അയാൾക്ക് എത്ര വയസ്സാവും? 42 വയസ്സാവും അല്ലെ. മോഹന് 10 വർഷം കഴിയാൻ നേരത്ത് 42 വയസ്സാവും. ഇനി അതേപോലെ കമലയ്ക്ക് ഇപ്പൊ 40 വയസ്സായി. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിയാൻ നേരത്ത് കമലയ്ക്ക് എത്ര വയസ്സാവും? 50 വയസ്സാവും അല്ലെ. അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. 42/50. അതിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വന്നു? 21 divided by 25. 21 divided by 25 എന്ത് വന്നു? ഓപ്ഷൻ ബി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. നോക്കിയേ, after 5 years the ratio of ages of P and Q will be 6:7. If Q is 7 years older than P, what was the sum of their ages 4 years ago? Okay, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏജസ് നമുക്ക് ഏത് പ്രോബ്ലം എടുത്താലും ഏത് സബ്ജക്ട് എടുത്താലും മാത്സിന്റെ കേസിൽ ഏത് ടോപ്പിക് എടുത്താലും നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. ഓക്കെ, ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ബേസിക് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതി ചെയ്യാം. നമ്മൾ ഏത് രീതി ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടണം അല്ലെ. നമുക്ക് ആകെ അത്ര സമയമൊന്നുമില്ല, 1 മണിക്കൂറേ കാണുള്ളൂ. അതിനകത്ത് നമുക്ക് എല്ലാം ചെയ്ത് തീർക്കുകയും വേണം. അപ്പൊ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന്റെ കേസ് നോക്കിയേ, ശ്രദ്ധിക്കുക. നമ്മൾ സാധാ രീതിയിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? ദ പ്രസന്റ് ആഫ്റ്റർ 5 years the ratio of ages of P and Q will be 6:7. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം എന്താ തന്നിരിക്കുന്ന പെർസെന്റേജ് ഞാൻ 2 രീതിയിലും പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം സാധാരണ രീതി ചെയ്യാം. പെർസെന്റേജ് ഓഫ് P and Q, അതിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിരിക്കുന്നത്? 6:7 അല്ലെ. പെർസെന്റേജ് ഓഫ് P is to Q, അതിന്റെ റേഷ്യോ സോറി അതിന്റെ അല്ലല്ലോ തന്നിരിക്കുന്നത്. 5 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് നമുക്ക് 6:7 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് P എന്ന് പറയുന്നത് P ആണെന്ന് തന്നെ വിചാരിക്കുക. പെർസെന്റേജ് ഓഫ് Pയും അതേപോലെ Qന്റെ പെർസെന്റേജ് Q ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 6:7 ആകും. പിയുടെ പെർസെന്റേജ് P ആണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ പിക്ക് എത്ര വയസ്സായി? P plus 5 ആയി അല്ലെ. ഇനി അതേപോലെ Qന് Q വയസ്സാണ്, പെർസെന്റേജ് Q തന്നെയാണ് അല്ലെ. അപ്പൊ ഇനി 5 വർഷം കഴിയുന്നിടത്ത് Qന് എത്ര വയസ്സായി? Q plus 5. ഇതിന്റെ റേഷ്യോ ആണ് എത്രയും തന്നേക്കുന്നത്? P plus 5 divided by Q plus 5 ആണ് എത്രയും അവർ തന്നിട്ടുള്ളത്? 6/7 എന്ന് തന്നിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നിട്ടുണ്ട്? If Q is 7 years older than P. Q എന്ന് പറയുന്നത് P-നേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ്? 7 വയസ്സ് കൂടുതലാണെന്നാ തന്നിട്ടുള്ളത് അല്ലെ. Q എന്ന് പറയുന്നത് P-നേക്കാൾ 7 വയസ്സ് കൂടുതലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ ഏജസ് 4 years ago? 4 വർഷം മുമ്പ് അവരുടെ ഏജിന്റെ സം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി നോക്കിയേ, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി സത്യത്തില് ഈ ക്യൂവിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. നമ്മൾ ഇനി അത്ര ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇത്രയൊന്നും ചെയ്യണ്ട. നമുക്ക് അത് ചെയ്ത് വെറുതെ സമയം കളയണം. നമുക്ക് നോക്കിയേ, നമ്മളല്ലാതെ എങ്ങനെ ചെയ്യാം? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 5 വർഷം കഴിയാൻ നേരത്തുള്ള പിയുടെയും ക്യൂയുടെയും ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. ആഫ്റ്റർ 5 years
5 വർഷം കഴിയാൻ നേരത്തുള്ള പിന്റെയും ക്യൂന്റെയും ഏജിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള 6:7 എന്ന് തന്നിട്ടുള്ള P/Q. ഇനി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ, അടുത്ത സ്റ്റേറ്റ്മെന്റ് അവർ എന്താ തന്നിരിക്കുന്നത്? ഇഫ് Q ഈസ് 7 years older than P. Q എന്ന് പറയുന്നത് P-നേക്കാൾ 7 വയസ്സ് കൂടുതലാണ് അല്ലെ? അല്ലെങ്കിൽ എന്ത് പറയാം? Qയുടെയും P-യുടെയും ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടേ. ഇപ്പൊ രണ്ടുപേരുടെ അറ്റ് പ്രസന്റ് രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 2. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും അവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. സോറി, 10 അല്ല, 2 തന്നെ ആയിരിക്കും അല്ലെ? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ചേട്ടൻ ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെയും ചേട്ടന്റെയും പ്രസന്റിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും അല്ലെ? അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എത്ര വർഷം കഴിഞ്ഞാലും അത് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ Qയുടെയും P-യുടെയും ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എത്ര? 7 എന്ന് പറയുന്നത്. 5 വർഷം കഴിയാൻ നേരത്ത് P-യുടെയും Qയുടെയും റേഷ്യോ വന്നിട്ടുണ്ട് 6:7 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയാൻ നേരത്ത് P-യുടെയും Qയുടെയും ഏജ് എന്ന് പറയുന്നത് 6x-ഓ 7x-ഓ ആണെന്ന് എടുക്കാവേ. ഇനി ശ്രദ്ധിച്ചേക്കുക, ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? Qയുടെയും P-യുടെയും ഏജ് ഡിഫറൻസ് 7 ആണ്. അതിന് എത്ര വർഷം കഴിഞ്ഞാലും Qയുടെയും P-യുടെയും ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും. അതായത് Qന്റെ വയസ്സ് എത്രയാണ് 5 വർഷം കഴിയുമ്പോൾ? 7x ആണ്. P-യുടെ ഏജ് എത്രയാണ്? 6x ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 6x - 7x എത്രയാ? x. അതെന്ന് പറയുന്നതായിരിക്കും എത്ര? 7 എന്ന് പറയുന്നത്. Q - P 7 അല്ലേ? Q എത്രയാ? 7x ആണ്. P എന്ന് പറയുന്നത് എത്രയാ? 6x ആണ്. അങ്ങനെയാണെങ്കിൽ x-ന്റെ വാല്യൂ ആണ് എത്ര? 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P-യുടെ 5 വർഷം കഴിയുമ്പോൾ ഏജ് എത്രയാ? 6x ആണ്. അതായത് 6 × 7 എത്ര വന്നു? 42. Qയുടെ 5 വർഷം കഴിയാൻ നേരത്തുള്ള ഏജ് ആണ് എത്ര? 7x, അതായത് 49. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കിട്ടുന്നത് എന്താണ്? 5 വർഷം കഴിയുമ്പോൾ ഉള്ള അവരുടെ ഏജ് ആണ്. ഓക്കെ, P-യുടെയും Qയുടെയും 5 വർഷം കഴിയുമ്പോൾ ഉള്ള അവരുടെ ഏജ് ആണ് ഇത്. ഇനി അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് എത്രയാ? പ്രസന്റ് ഏജ് P-ക്ക് 5 വർഷം കഴിയാൻ നേരത്ത് P-യുടെ ഏജ് 42 ആണ്. അങ്ങനെയാണെങ്കിൽ P-യുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 42 ൽ 5 കുറച്ചാൽ മതി അല്ലെ? അതായത് എത്ര? 37. അതേപോലെ Qയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയാ? Qയുടെ ഏജ് 5 വർഷം കഴിയുമ്പോൾ 49 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് എത്രയാ? 44 ആയിരിക്കും അല്ലെ? ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ സം ഓഫ് ദിയർ ഏജസ് 4 years ago? 4 വർഷം മുമ്പ് അവരുടെ ഏജിന്റെ സം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? P-യുടെ പ്രസന്റ് ഏജ് 37 ആണ്. P-യുടെ പ്രസന്റ് ഏജ് എത്രയാണ്? 37 ആണ്. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പ് P-യുടെ ഏജ് എത്രയാ? 33 ആയിരിക്കും അല്ലെ? ഇന്ന് എനിക്ക് 37 വയസ്സായി. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പ് എനിക്ക് എത്ര വയസ്സായിരിക്കും? 33 വയസ്സായിരിക്കും. Qയുടെ അതേപോലെ. Qന് പ്രസന്റ് ഏജ് എത്രയാണ്? 44 ആണ്. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പ് Qയുടെ ഏജ് എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കുന്നത്? അവരുടെ ഏജിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. P+Q ആണ് ചോദിച്ചിരിക്കുന്നത്. P+Q എത്ര കിട്ടി? 73 കിട്ടി അല്ലെ? 33 + 40 73. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോ ഈ സ്റ്റെപ്പ് ചെയ്താലും കിട്ടും. പക്ഷെ ഈ സ്റ്റെപ്പ് കുറച്ചും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എളുപ്പം തന്നെയാണ്, പക്ഷെ ഇതാണ് കുറച്ചും കൂടെ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതി ചെയ്താലും ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ P യും Q എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് P യും Q ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസന്റ് ഏജ് ഓഫ് പ്രവീൺ ആൻഡ് ജാവേദ് ഈസ് 4 years. ഓക്കെ, the ratio of their ages after 5 years will be 9:8. Praveen's age at present is. Okay, ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസന്റ് ഏജ് ഓഫ് പ്രവീൺ ആൻഡ് ജാവേദ് ഈസ് 4 years അല്ലെ? പ്രവീണിന്റെ പ്രസന്റ് ഏജ് P എന്നും ജാവേദിന്റെ പ്രസന്റ് ഏജ് J ആണെന്നും വിചാരിക്കാം. ഓക്കെ, പ്രവീണിന്റെ എത്രയാണ്? P ആണ്. ജാവേദിന്റെ എത്രയാണ്? 4 ആണ്. നമുക്കിനി എന്താ തന്നിട്ടുള്ളത്? പ്രവീണിന്റെ ഏജും ജാവേദിന്റെ ഏജിന്റെയും ഡിഫറൻസ് എത്രയെന്നാ തന്നിട്ടുള്ളത്? 4 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് നമ്മൾ സാധാരണ രീതി ചെയ്യണേ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം കഴിയാൻ നേരത്ത് ദ റേഷ്യോ ഓഫ് ദിയർ ഏജസ് ആഫ്റ്റർ 5 years വിൽ ബി 9:8. 5 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. പ്രവീണിന്റെ പ്രസന്റ് ഏജ് P ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രവീൺ 5 വർഷം കഴിയാൻ നേരത്ത് എത്ര വയസ്സാവും? P+ വയസ്സാവും. അതേപോലെ ജാവേദിന് 5 വർഷം കഴിയാൻ നേരത്ത് എത്ര വയസ്സാവും? J+5 ആയിരിക്കും.
അതിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള 9:8 തന്നിട്ടുള്ള. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ പി അല്ലെങ്കിൽ ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചെയ്യണ്ട, നമ്മൾ സാധാരണ രീതി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ, പ്രവീണിന്റെയും ജാവീദിന്റെയും ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 4. ഇനി എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 4 തന്നെ ആയിരിക്കും. അതിൽ യാതൊരു മാറ്റവും കാണൂല അല്ലെ? അവർ രണ്ടുപേരുടെ ഏജ് ഇനി 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും അവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. ഇനി എന്താ നമുക്ക് തന്നിട്ടുള്ള 5 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് 9:8 തന്നിട്ടുള്ളത് അല്ലെ? 5 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആഫ്റ്റർ 5 years. അതിന്റെ റേഷ്യോ ആണ് നമുക്ക് എത്രയും തന്നിട്ടുള്ള 9:8 തന്നിട്ടുള്ളത്. ഇനി നോക്കിയേ, 5 വർഷം കഴിയാൻ നേരത്തുള്ള പ്രവീണിന്റെ ഏജ് എത്രയാ? 9x ആണ്. ജാവീദിന്റെ ഏജ് 5 വർഷം കഴിയുമ്പോൾ എത്രയാ? 8x ആണ്. ഓക്കെ, ഇനിയിപ്പോ 5 വർഷം കഴിഞ്ഞാലും അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. P - J എന്ന് പറയുന്നത് 4 ആണ്. അതായത് അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. പ്രവീണിന്റെ പെർസെന്റേജ് എത്രയാണ്? 9x ആണ്. പ്രവീണിന്റെ ഏജ് 5 വർഷം കഴിയുമ്പോൾ എത്രയാണ്? 9x ആണ്. ജാവീദിന്റെ ഏജ് 5 വർഷം കഴിയാൻ നേരത്തെ എത്രയാണ്? 8x ആണ്. അപ്പൊ അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. 9x ന്ന് 8x പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? x ഉള്ളൂ. എക്സിന്റെ വാല്യൂ ആണ് എത്രയെന്ന് പറയുന്നത്? 4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയാൻ നേരത്തുള്ള പ്രവീണിന്റെ ഏജ് ആണ് എത്രയെന്ന് പറയുന്നത്? 9x എന്ന് പറയുന്നത് 9 × 4, എക്സിന്റെ വാല്യൂ 4 കിട്ടിയല്ലോ. 9 × 4 36. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? പ്രവീൺസ് ഏജ് അറ്റ് പ്രസന്റ്. നമുക്ക് ഇപ്പൊ കിട്ടിയ ഏജ് എന്ന് പറയുന്നത് എന്താണ്? 5 വർഷം കഴിയുമ്പോൾ ഉള്ള പ്രവീണിന്റെ ഏജ് ആണ് അല്ലെ? നമ്മളോട് ചോദിക്കുന്നത് പ്രസന്റ് ഏജ് എത്രയെന്നാണ്. പ്രസന്റ് ഏജ് എത്രയായിരിക്കും? 5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് 36 വയസ്സാണെങ്കിൽ അയാളുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയാ? 36 - 5 ആയിരിക്കും, 31. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തിലോട്ട് പോവാം. The age of a man is 24 years more than his son. Okay, the age of a man. In 2 years, the father's age will be twice that of his son. Then the present age of his son is. Okay, നമുക്ക് എന്താ തന്നിട്ടുള്ള? The age of a man, ഒരാളുടെ ഏജ് എന്ന് പറയുന്നത് അയാളുടെ മോനേക്കാൾ 24 വയസ്സ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? The present age of നിങ്ങൾ എക്സാം ആവുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതി സമയം കളയരുത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. The present age of a man എന്ന് പറയുന്നത് m ആണെന്ന് വിചാരിക്കുക. present age of son എന്ന് പറയുന്നത് s ആണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ എന്താ തന്നിട്ടുള്ള? ഈ മാനിന്റെ ഈ എമ്മിന്റെ ഏജ് എന്ന് പറയുന്നത് അയാളുടെ മോനേക്കാൾ, അതായത് എസിനേക്കാൾ 24 വയസ്സ് കൂടുതലാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ 2 years the father's age will be twice that of his son. ഓക്കെ, 2 വർഷം കഴിയാൻ നേരത്ത് അയാളുടെ മോന്റെ ഇരട്ടി വയസ്സ് അയാൾക്കാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക. ഈ മാനിന്റെ പെർസെന്റേജ് എത്രയാ? m ആണ്. സണ്ണിന്റെ പെർസെന്റേജ് എത്രയാ? s ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 2 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് എന്ന് പറയുന്നത് അയാളുടെ മോന്റെ ഇരട്ടി ആയിരിക്കും. ഇയാളുടെ പെർസെന്റേജ് എത്രയാ? m ആണ്. അപ്പൊ 2 വർഷം കഴിയാൻ നേരത്തെ ഇയാൾക്ക് എത്ര വയസ്സാകും? m+2 വയസ്സാകും അല്ലെ? ഈ m+2 വയസ്സാകും. മോന്റെ പെർസെന്റേജ് എത്രയാ? s ആണ്. 2 വർഷം കഴിയുമ്പോൾ എത്രയാകും? s+2 ആവും. ഇനി സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് എന്ന് പറയുന്നത് അയാളുടെ മോന്റെ ഇരട്ടി ആയിരിക്കും, അയാളുടെ മോന്റെ 2 ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് അയാളുടെ ഏജ് എത്രയാ? m+2 ആണ്. അതെന്ന് പറയുന്നത് s+2ന്റെ ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാം? 2 കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നോക്കിയേ, m+2 is equal to 2s+4. നമുക്ക് എമ്മിന്റെ ഏജ് എത്രയെന്ന് അറിയാം? s+24 ആണെന്നറിയാം. m എന്ന് പറയുന്നത് s+24. അപ്പൊ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എമ്മിന് പകരം s+24 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. +2 is equal to 2s+4. ഇനി നോക്കിയേ, ഈ എസിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്ത് കിട്ടി? 26 - 4 is equal to 2s - s. s is equal to 22. സണ്ണിന്റെ ഏജ്, സണ്ണിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 22 എന്ന് കിട്ടി. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? then the percentage of his son is. ഓക്കെ, മോന്റെ പെർസെന്റേജ് എത്രയെന്ന് തന്നെ വെച്ചിരിക്കുന്നത് 22 തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, നമ്മൾ ചെയ്തു. നമ്മൾ ഇനി നേരത്തെ ചെയ്ത മെത്തേഡ് അതിൽ തന്നെ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ദ ഏജ് ഓഫ് എ മാൻ ഇസ് 24 years മോർ ദാൻ ഹിസ് സൺ. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഒരാളുടെ ഏജ് എന്ന് പറയുന്നത് അയാളുടെ മോനേക്കാൾ 24 വയസ്സ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? അയാളുടെ മോന്റെയും അയാളുടെയും ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 24 ആയിരിക്കും അല്ലേ? അതിൽ എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 24 തന്നെ ആയിരിക്കും. ഇപ്പം ഞാനും എന്റെ അച്ഛനും തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കും. 20 ഇനിയിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 20 തന്നെ ആയിരിക്കും. അതിൽ യാതൊരു മാറ്റവും കാണൂല അല്ലേ? അതായത് എന്റെയും എന്റെ അച്ഛന്റെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഇവിടുത്തെ കേസിൽ മോന്റെയും അച്ഛന്റെയും ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയാൻ നേരത്ത് ആഫ്റ്റർ 2 years എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് ഹിസ് സൺ ആകും അല്ലെ? മോന്റെ ഏജിന്റെ 2 ഇരട്ടിയാകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു 2s. എഫ് അല്ലല്ലോ, സോറി, എം ഈസ് ഈക്വൽ ടു 2s. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് റേഷ്യോ ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? എം ബൈ എസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാമല്ലോ. 2 ഡിവൈഡഡ് ബൈ 1 എത്ര തന്നെ? 2 തന്നെയാണ്. ഈ എസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി നോക്കിയേ, അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതായത് എം എന്ന് പറയുന്നത് എത്ര? 2 ആണ്. എസ് എന്ന് പറയുന്നത് എത്ര? 1 ആണ്. 2ൽ നിന്ന് 1 പോലെ എത്ര? 1. ആ 1 എന്ന് പറയുന്നതാണ് എത്ര? 24 അല്ലെ? എം എന്ന് പറയുന്നത് 2x. നിങ്ങൾ വേണമെങ്കിൽ എക്സ് ഇട്ടോ. എക്സ് ഞാൻ അങ്ങനെ ഇട്ട് വെറുതെ സമയം കളയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എമ്മിന്റെ ഏജ് എന്ന് പറയുന്നത് 2x, എസിന്റെ ഏജ് എന്ന് പറയുന്നത് എക്സ്. ഇനി അവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 2x എക്സ് പോയാൽ ബാക്കി എന്തേ ഉള്ളൂ? എക്സേ ഉള്ളൂ. എക്സ് ആണ് എത്രയെന്ന് പറയുന്നത്? 24 എന്ന് പറയുന്നത്. എക്സ് 24 ആണെങ്കിൽ 1 എത്ര? 24 ആണ്. എസിന്റെ ഏജ് എന്ത് കിട്ടി? 24 കിട്ടി. എസിന്റെ ഏജ് 2 വർഷം കഴിയാൻ നേരത്താണ് എത്ര? 24. ഇത് നോക്കുക, ഇത് 2 വർഷം കഴിയാൻ നേരത്തുള്ള റേഷ്യോയില് നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? 2 വർഷം കഴിയാൻ നേരത്തുള്ളതായിരിക്കും. 2 വർഷം കഴിയാൻ നേരത്ത് അയാൾക്ക് എത്ര വയസ്സായി? 24 വയസ്സായി. 2 വർഷം കഴിയാൻ നേരത്ത് അയാൾക്ക് 24 വയസ്സാണെങ്കിൽ മോന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 24 നിന്ന് 2 കുറച്ചാൽ മതി, 22. ക്ലിയർ അല്ലേ? നിങ്ങൾ എപ്പോഴും ഈ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ സാധാ രീതിയിൽ ചെയ്യുന്നതാണ്. സാധാ എപ്പോഴും ചെയ്യുന്ന ഈ മെത്തേഡാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. The ratio of ages of 2 persons is 5:9 and the age of one of them is greater than the other by 40 years. The sum of their ages. Okay, ഇത് ഞാൻ സാധാ രീതിയിൽ ചെയ്ത് സമയം കളയുന്നില്ല. നമുക്കല്ലാതെ തന്നെ ചെയ്യാം. നോക്കിയേ, ഒരാളുടെ ഏജ്, 2 പേരുടെ ഏജിന്റെ റേഷ്യോ എത്രയും തന്നിട്ടുണ്ട്? 9:4 തന്നിട്ടുണ്ട് അല്ലെ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാളുടെ ഏജ് എന്ന് പറയുന്നത് മറ്റേ ആളിനേക്കാൾ 40 വയസ്സ് കൂടുതലാണ്. ഒബ്വിയസ്ലി 5 ആണോ വലുത് 9 ആണോ വലുത്? 9 ആയിരിക്കും വലുത്. ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ വയസ്സ് കൂടുതലുള്ളതെന്ന് അറിയാം അല്ലെ? ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ 2 പേരുടെയും ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. അതായത് ഇതിൽ ഒരാൾക്ക് മറ്റേ ആളേക്കാൾ 40 വയസ്സ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഒരാളുടെ ഏജ് 5 ആണ്, അടുത്ത ആളുടെ ഏജ് 9 ആണ്. അപ്പൊ അവരുടെ ഏജിന്റെ ഡിഫറൻസ് 9 ൽ 5 പോലെ എത്ര? 4. ആ 4 ആണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ളത്? 40 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ 4 40 ആണെങ്കിൽ 1 എത്രയാ? 10. 1 10 ആണെങ്കിൽ 5 എത്രയാ? 50 ആണ്. 9 എത്രയാ? 90 ആണ് അല്ലെ? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സം ഓഫ് ദ ഏജസ് ഇൻ ഇയേഴ്സ് ഈസ്. അവരുടെ ഏജിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര? 50 + 90 എത്ര കിട്ടി? 140 കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കുക എവിടെയാ കൺഫ്യൂസ് ആയത്. ഓക്കെ, ആഫ്റ്റർ 15 years his age will be 5 times his age 5 years ago. What is the present age of Ramesh? Okay, നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് present age of Ramesh ഇങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പിന്നെയും പറയാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇത് നമുക്ക് ഭയങ്കര സമയം നഷ്ടമാണ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? രമേശിന്റെ പെർസെന്റേജ് 6 തന്നിട്ടുണ്ട്. ഓക്കെ, രമേശിന്റെ പെർസെന്റേജ് 6. ഇനി നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 15 years the age will be 5 times his age 5 years ago. 15 വർഷം കഴിയുമ്പോൾ, 15 വർഷം കഴിയുമ്പോൾ രമേശിന് എത്ര വയസ്സാവും? രമേശിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? 6 ആണ്. അപ്പൊ 15 വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് എത്ര വയസ്സാവും? 6 + 15 ആയിരിക്കും അല്ലെ?
ഇയാളുടെ 15 വർഷം കഴിയുമ്പോൾ ഉള്ള ഏജ് എന്ന് പറയുന്നത് ഏജ് വിൽ ബി 5 ടൈംസ് ഹിസ് ഏജ് 5 years ago. ഇയാളുടെ 5 വർഷം മുമ്പുള്ള ഏജിന്റെ 5 ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ 5 വർഷം മുമ്പ് അയാളുടെ ഏജ് എത്രയാ? പ്രസന്റ് ഏജ് 6 ആണെന്നുണ്ടെങ്കിൽ 5 വർഷം മുമ്പ് അയാളുടെ ഏജ് എത്രയായിരിക്കും? 6 - 5 ആയിരിക്കും. ഇതിന്റെ 5 ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 5 ഇരട്ടി എന്ന് പറയുന്നത് into 5. ഓക്കെ, into 5. ഇനി നോക്കിയേ, നമുക്ക് ഇനി സാധാരണ രീതി ചെയ്യാലോ. r+15 is equal to 5 into r-5 എന്ന് പറയുന്നത് എത്രയാ? 5r - 25. ഈ 25 അങ്ങോട്ട് പോയാൽ -25 അങ്ങോട്ട് വന്നിട്ട് എന്താകും? +25 ആകും. 25 + 15 is equal to 5r - r. എന്ത് കിട്ടി? 4r is equal to 40, r is equal to 10 അല്ലെ? 25 + 15 എത്രയാ? 40 ആണ്. ഇനി 4r is equal to 40, r is equal to 10. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് രമേശ്? രമേശിന്റെ പെർസെന്റേജ് എത്ര തന്നെ? 6 തന്നെയാണ്. അതുകൊണ്ട് എത്ര കിട്ടി? 10 വർഷം എന്ന് കിട്ടി അല്ലെ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. Okay. The ratio between Sumit and Prakash's age at present is 2:3. Sumit is 6 years younger than Prakash. The ratio of Sumit's age to Prakash's age after 6 years will be. Okay. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? സുമിത്തിന്റെയും പ്രകാശിന്റെയും ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, പ്രസന്റ് ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ? 2:3 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സുമിത് ഈസ് 6 years younger than പ്രകാശ്. അതായത് സുമിത് എന്ന് പറയുന്നത് പ്രകാശിനേക്കാൾ 6 വയസ്സ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രകാശിന്റെയും സുമിത്തിന്റെയും ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും എത്ര? 6. ഈ -6 അങ്ങോട്ട് വന്നിട്ട് +6 ആവും. ഈ +s അങ്ങോട്ട് വന്നിട്ട് -s ആവും അല്ലെ? അപ്പൊ പ്രകാശിന്റെയും സുമിത്തിന്റെയും ഏജിന്റെ ഡിഫറൻസ് ആണ് എത്രയെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത്. സുമിത്തിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. പ്രകാശിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അവരുടെ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എത്ര? 6. 3 ന്ന് 2 പോയാൽ എത്രയാ? 1 ആണ്. ആ 1 എന്ന് പറയുന്നതാണ് എത്ര? 6. അവരുടെ ഡിഫറൻസ്, പ്രകാശിന്റെ പെർസെന്റേജ് എത്രയാണ്? 3 ആണ്. സുമിത്തിന്റെ പെർസെന്റേജ് എത്രയാണ്? 2 ആണ്. അവരുടെ പെർസെന്റേജിന്റെ ഡിഫറൻസ്, അതായത് 1. 3 ന്ന് 2 കുറച്ച് എത്ര? 1. അതാണ് എത്രയെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത്. 1 6 ആണെങ്കിൽ 2 എത്രയാ? 12. 3 എത്രയാ? 18 അല്ലെ? 1 6 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എത്ര? 2 × 6. 3 എത്രയാ? 3 × 6. ഇനി സുമിത്തിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? സുമിത്തിന്റെ പെർസെന്റേജ് 12 എന്നും പ്രകാശിന്റെ പെർസെന്റേജ് 18 എന്നും കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് സുമിത്സ് ഏജ് ടു പ്രകാശ് ഏജ് ആഫ്റ്റർ 6 years വിൽ ബി. 6 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ റേഷ്യോ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സുമിത്തിന് പ്രസന്റേജ് എത്രയാ? 12 വയസ്സായി അല്ലെ? അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 6 years 6 വർഷം കഴിയാൻ നേരത്ത് സുമിത്തിന് എത്ര വയസ്സാവും? പ്രസന്റ്ലി 12 വയസ്സാണ്. അപ്പൊ 6 വർഷം കഴിയാൻ നേരത്തെ അയാൾക്ക് എത്ര വയസ്സായി? 18 വയസ്സായി അല്ലെ? 12 + 6. ഇനി അതേപോലെ പ്രകാശിന്റെ കേസിന്, പ്രകാശിന് 18 വയസ്സാണ് പെർസെന്റേജ് എന്ന് പറയുന്നത്. 6 വർഷം കഴിയാൻ നേരത്തെ എത്രയായിരിക്കും? 18 + 6 24. ഇനി അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 6 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര? 18 / 24. അത് എത്രയാ? 3:4 അല്ലെ? 6ന്റെ ടേബിൾ ഡിവൈഡ് ചെയ്താൽ 3:4. എന്ത് കിട്ടി? ഓപ്ഷൻ 4. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാലോ. If 4 years ago the ratio between P and Q was 5:6 and the sum of their age at present is 52 years, what is the ratio of their percentage? Okay. ഇതിൽ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 വർഷം മുമ്പ് അല്ലേ? 4 years ago. 4 years ago അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള? പിയുടെയും ക്യൂയുടെ ഏജിന്റെ റേഷ്യോ ആണ് 5:6 എന്ന് തന്നിട്ടുള്ള. ഇനി സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. ആൻഡ് ദ സം ഓഫ് ദെയർ പ്രസന്റ് ഏജ് ഈസ് 52. നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇപ്പൊ 2 പേരുണ്ടെന്ന് വിചാരിക്കും. ആ 2 പേരുടെയും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ചേട്ടന്റെ കേസിൽ എടുക്കാം. ഞാനും എന്റെ ചേട്ടന്റെയും ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണെന്ന് വിചാരിക്കുക
ഓക്കെ, ഇനിയിപ്പം എത്ര വർഷം കഴിഞ്ഞാലും ഏജ് ഡിഫറൻസിന് എന്തെങ്കിലും ഒരു മാറ്റം കാണുമോ? ഇല്ല, അത് 4 തന്നെ ആയിരിക്കും. ഏജിന്റെ ഡിഫറൻസിൽ യാതൊരു മാറ്റവും കാണില്ല. പക്ഷേ ഏജിന്റെ സമ്മിൽ മാറ്റം കാണുമോ? ഞങ്ങൾ രണ്ടുപേരുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ സം എന്ന് പറയുന്നത് 40 വിചാരിക്കുക. എന്നും പറഞ്ഞ് 5 വർഷം കഴിയാൻ നേരത്തും ഞങ്ങളുടെ ഏജിന്റെ സം എന്ന് പറയുന്നത് 40 ആയിരിക്കും? ഇല്ല, കാരണം എനിക്കും 5 വയസ്സ് കൂടും, എന്റെ ചേട്ടനും 5 വയസ്സ് കൂടും, അല്ലേ? അപ്പൊ ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് എത്ര, സോറി ഏജിന്റെ സം എന്ന് പറയുന്നത് എത്രയാകും? 50 ആകും. ഇനി അതേപോലെ ഇവിടുത്തെ കേസ് നോക്കിയാൽ നമുക്ക് എന്താ തന്നിട്ടുള്ള? 4 വർഷം മുമ്പുള്ള പിയുടെയും ക്യൂടെയും ഏജിന്റെ റേഷ്യോ ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള 5:6 എന്നും പറഞ്ഞ് തന്നിട്ടുള്ളത്, അല്ലെ? ഇനി ശ്രദ്ധിക്കുക, ദ സം ഓഫ് ദ ഏജ് അറ്റ് പ്രസന്റ്, അതായത് പിയുടെയും ക്യൂടെയും ഏജിന്റെ സമ്മ് പ്രസന്റ് ആണ് എത്ര? 52, അല്ലേ? പ്രസന്റ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, 4 വർഷം മുമ്പ് അവരുടെ സം എത്ര ആയിരിക്കും? 4 വർഷം മുമ്പുള്ള അവരുടെ സം എത്ര ആയിരിക്കും? 52 4 കുറച്ചാൽ മതിയോ? ഇല്ല, പെർസെന്റേജ് പിയും പെർസെന്റേജ് ക്യൂ ആണ്. 4 വർഷം മുമ്പെന്ന് പറയാൻ നേരത്ത് പിക്ക് എത്ര വയസ്സ് കുറയും? 4 വയസ്സ് കുറയും. അതേപോലെ ക്യൂവിനും എത്ര വയസ്സ് കുറയും? 4 വയസ്സ് കുറയും, അല്ലെ? പിക്കും 4 വയസ്സ് കുറയും, ക്യൂക്കും 4 വയസ്സ് കുറയും. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂടെയും സം എന്ന് പറയുന്നത് 4 വർഷം മുമ്പ് എത്ര ആയിരിക്കും? 52 4 കുറച്ചാൽ മതിയോ? ഇല്ല, 8 കുറയ്ക്കണം, അല്ലെ? 52 8 കുറച്ചാൽ എത്ര? 44. അത് കൺഫ്യൂസ് ആവരുത് കേട്ടോ, 4 കുറച്ചാൽ പോരാ. കാരണം എന്താ? പിനും 4 വയസ്സ് കുറയും, അതേപോലെ ക്യൂനും എത്ര വയസ്സ് കുറയും? 4 വയസ്സ് കുറയും, അല്ലെ? അപ്പൊ 4 വർഷം മുമ്പുള്ള പിയുടെയും ക്യൂടെയും ഏജിന്റെ സം എന്ന് പറയുന്നതാണ് എത്ര? 44. നമുക്ക് എത്ര കിട്ടി? പി പ്ലസ് ക്യൂ 44 എന്ന് കിട്ടി. എപ്പോഴും ഓർക്കുക, ഇത് 4 വർഷം മുമ്പുള്ളതിന്റെ റേഷ്യോ ആണ്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 4 വർഷം മുമ്പ് പിയുടെ ഏജ് 5 ആണ്, ക്യൂയുടെ ഏജ് 6 ആണ്. ഇനി അതിന്റെ സം 5 + 6 എത്ര? 11. അവരുടെ ഏജിന്റെ സം 11 ആണ്. എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള? 44 തന്നിട്ടുള്ള, അല്ലെ? ഈ 11 എന്ന് പറയുന്നതാണ് 44 റെപ്രസെന്റ് ചെയ്യുന്നത്. 11 44 ആണെങ്കിൽ 1 എത്രയാ? 44 ഡിവൈഡഡ് ബൈ 11 ആയിരിക്കും, അല്ലെ? അതെത്രയാ? 4. 1 4 ആണെങ്കിൽ 5 എത്രയാ? 20. 6 എത്രയാ? 24. നമുക്ക് എന്ത് കിട്ടി? പിയുടെ ഏജ് എന്ന് പറയുന്നത് 20ഉം ക്യൂയുടെ ഏജ് എന്ന് പറയുന്നത് 24 എന്നും കിട്ടി. പക്ഷേ ഇതെന്താണ്? 4 വർഷം മുമ്പുള്ള അവരുടെ ഏജ് ആണ്, അല്ലെ? 4 വർഷം മുമ്പ് പിക്ക് 20 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് എത്ര ആയിരിക്കും? പെർസെന്റേജ് പിയുടെ 20 + 4 24 ആയിരിക്കും. ക്യൂയുടെ 4 വർഷം മുമ്പുള്ള ഏജ് എന്ന് പറയുന്നതാണ് എത്ര? 24. അങ്ങനെയാണെങ്കിൽ ക്യൂയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 24 + 4 28 ആയിരിക്കും. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ പെർസെന്റേജ്? അവരുടെ പെർസെന്റേജിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്, അല്ലെ? അതായത് P/Q ആണ് ചോദിച്ചേക്കുന്നത്. P/Q എത്ര? 24 ഡിവൈഡഡ് ബൈ 28. അതെന്ത് വന്നു? 6/6. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ 2. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. The ratio of percentage of 2 boys is 3:4. Okay. After 3 years, the ratio will be equal to 4:5. Okay. The ratio of their ages after 21 years will be. എടാ ഇത് നോക്കിയോ, നമ്മൾ 2 രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. 2 രീതിയിൽ പറഞ്ഞുതരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ബോയ്സിന്റെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള? 3:4. ഓക്കെ, പെർസെന്റേജിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള? 3:4, അല്ലെ? എയും ബിയും ആണെന്ന് വിചാരിക്കുക. ആ 2 ബോയ്സ് എയും ബിയും ആണെന്ന് വിചാരിക്കുക. എയുടെയും ബിയുടെയും പെർസെന്റേജിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള? 3:4. അതായത് 3x ഡിവൈഡഡ് ബൈ 4x. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 3 years the ratio of their ages is equal to 4:5. 3 വർഷം കഴിയാൻ നേരത്ത് അവരുടെ ഏജിന്റെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് എത്ര? 4:5. എയുടെ പെർസെന്റേജ് എത്രയാ? 3x ആണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയാൻ നേരത്ത് എത്ര വയസ്സായി? 3x + 3 ആയി. അതേപോലെ ബിയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാ? 4x ആണ്. 3 വർഷം കഴിയാൻ നേരത്ത് അത് എത്രയായി? 4x + 3 ആയി. ഇനി ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞിട്ടുള്ള? 4:5 ഈക്വൽ ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, is equal to 4:5. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കും? നോക്കി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3x + 3 × 5, അതേപോലെ 4x + 3 × 4 വരും, അല്ലെ? 3x + 3 × 5 is equal to 4 × 4x + 3
എന്ത് കിട്ടി? 9x plus 15 is equal to 16x plus 12. 7x is equal to 15 minus 12. X is equal to 3/7 എന്ന് വന്നു അല്ലേ? അത് നോക്കിയേ. 4:5 3 is the ratio. 3x plus 3 equal to correct അല്ലേ ചെയ്ത? കാൽക്കുലേഷനിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു? After 3 years the ratio of the ages is equal to 4:5. 4:5 3x plus 3 into 5. സോറി ഇവിടെ 9 അല്ലല്ലോ. 3 into 5 എത്ര? 15x അല്ലേ? ഇവിടെ 15x ആണ്. ഓക്കെ, സോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. 15x. ഇനി ഈ 15x അങ്ങോട്ട് വന്നിട്ട് എന്തായി? x ആയി. ഈ പ്ലസ് 12 അങ്ങോട്ടും കൊണ്ടുപോയി. അപ്പം 15 minus 12 ആയി. അത് എത്രയായി? 3 ആയി. ഇത് നോക്കുക, എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്ര? 9 ആണ്. അതേപോലെ ബിയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 4x എന്ന് പറയുന്നത് 4 into 3 ആണ് അല്ലെ? 12 ആണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ആഫ്റ്റർ 21 years വിൽ ബി അല്ലെ? 21 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. എയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. സോറി, എയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി 21 വർഷം കഴിയാൻ നേരത്തെ എക്ക് എത്ര വയസ്സാവും? 21 plus 9 ആകും അല്ലെ? അതാണ് എയുടെ ഏജ് എന്ന് പറയുന്നത്. അതേപോലെ ബിയുടെ പെർസെന്റേജ് എത്രയാ? 12 ആണ്. 21 വർഷം കഴിയാൻ നേരത്തെ എത്ര വയസ്സാകും? 21 plus 12 ആകും. ഇനി 21 plus 9 എത്രയാ? 30. 12 plus 21 എത്രയാ? 33. അതിന്റെ റേഷ്യോ എത്രയെന്ന് കിട്ടി? 10:11 എന്ന് കിട്ടി അല്ലെ? 10:11 എന്ന് കിട്ടി. ഓപ്ഷൻ 4. ഇനി നമ്മൾ അല്ലാതെ എങ്ങനെ ചെയ്യും? അല്ലാതെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 ബോയ്സ് എയും ബിയും തന്നെ വിചാരിക്കുക. എയുടെയും ബിയുടെയും പെർസെന്റേജ് എത്രയും തന്നിട്ടുണ്ട്? പെർസെന്റേജിന്റെ റേഷ്യോ 3:4 ആണ് അല്ലെ? 3:4 ആണ്. 3 വർഷം കഴിയാൻ നേരത്ത് അത് എത്രയായി? 3 വർഷം കഴിയാൻ നേരത്ത് അത് എത്രയായി? 4:5 അല്ലെ? എത്ര വർഷം കഴിഞ്ഞപ്പോ? 3 വർഷം കഴിഞ്ഞപ്പോ. 3 വർഷം കഴിഞ്ഞപ്പോ എത്രയായി? അത് 3 വർഷം കഴിയാൻ നേരത്ത് 4:5. ഇനി ശ്രദ്ധിക്കുക, ഒന്ന് നോക്കിയേ. എയുടെ കേസിൽ 3 ആയിരുന്നത് അത് എത്രയായി? 4 ആയി അല്ലെ? എയുടേത് 3 ആയിരുന്നു, അത് എത്രയായി? 4 ആയി അല്ലെ? 3 എന്ന് പറയുന്നത് 4 ആയി. എത്ര കൂടി? 1 കൂടി. 3 വർഷത്തിൽ എത്ര കൂടി? 1 കൂടി. അതേപോലെ 4 എന്ന് പറയുന്നത് എത്രയായി? 5 ആയി. എത്ര കൂടി? 1 കൂടി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ടിടത്ത് സെയിം ആയിരിക്കണം. ഇവിടെ 1 കൂടി കഴിഞ്ഞ് ഇവിടെ 2 കൂടരുത്. ഇവിടെ 1 കൂടി കഴിഞ്ഞ് ഇവിടെ 1 കൂടാവുള്ളൂ. അഥവാ ഇവിടെ 1 ഇവിടെ 2 ആണെങ്കിൽ അത് സെയിം ആക്കണം. അത് സെയിം ആക്കേണ്ട എങ്ങനെയാന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. 3 എന്നുള്ളത് എന്തായി? 4 ആയി. 3 എന്നുള്ളത് 3 വർഷം കഴിഞ്ഞപ്പോൾ 4 ആയി. അതായത് പോലെ 4 എന്ന് പറയുന്നത് 3 വർഷം കഴിഞ്ഞപ്പോൾ 5 ആയി. അതായത് 3 എന്നുള്ള എത്ര കൂടി? 1 കൂടി. 4 നിന്ന് എത്ര കൂടി? 1 കൂടി. ആ 1 എന്ന് പറയുന്നതാണ് എത്ര? 3. ആ 1 എന്ന് പറയുന്നത് 3 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 9 ആയിരിക്കും. 4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 12 ആയിരിക്കും. 1 3 ആണെങ്കിൽ 3 എത്ര? 1 into 3 9. 4 എത്ര ആയിരിക്കും? 4 into 3 12. നമുക്ക് ഇത്രയും ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അത് ആ ഉത്തരം കിട്ടി. 9 ഉം 12 അവരുടെ പെർസെന്റേജിന്റെ റേഷ്യോ. നമ്മളോട് ചോദിച്ചെങ്കിൽ എന്താ? 21 വർഷം കഴിയാൻ നേരത്തുള്ളൂ. നമ്മൾ ചെയ്തത് 21 plus 9 30, 12 plus 21 31, 33. അത് ക്യാൻസൽ ചെയ്യുന്നത് 10:11 കിട്ടും. നമ്മൾ ഇത്രയും ചെയ്യേണ്ട യാതൊരു ആവശ്യകതയില്ല. നമ്മൾ ആ കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാലോ. ഓക്കെ, നോക്കിയേ. രാഹുൽസ് ഏജ് ഈസ് 5/6 of Raman's age. ഓക്കെ, after 6 years Raman's age be 50 years more than that of Harish's age. If Harish's present age is 18 years, then find the ratio of age of Rahul and Harish. Okay, നമുക്ക് എന്താ തന്നിട്ടുള്ള? രാഹുലിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 5/6 of Raman's age ആണ് അല്ലെ? രാമന്റെ ഏജിന്റെ 5/6 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഹുൽ ഡിവൈഡഡ് ബൈ രാമൻ എങ്ങനെ എഴുതാം? 5/6 ആണെന്ന് എഴുതാവേ. രാമനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിച്ചേ, ആഫ്റ്റർ 6 years Raman's age will be 50% more than that of Harish's age. Okay.
ഇഫ് ഹാരിഷ് പ്രസന്റ് ഏജ് ഈസ് 18 years. ഓക്കെ, ഹാരിഷിന്റെ പ്രസന്റ് ഏജ് എത്രയും തന്നിട്ടുണ്ട്? 18 വയസ്സാണ് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ 6 വർഷം കഴിയാൻ നേരത്ത് ഹാരിഷിന്റെ ഏജ് എത്ര ആയിരിക്കും? പ്രസന്റ് ഏജ് ഹാരിഷിന്റെ 18 ആണ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 6 ഇയേഴ്സ് ഹാരിഷിന്റെ ഏജ് എത്ര ആയിരിക്കും? 24 ആയിരിക്കും അല്ലെ? ഇപ്പൊ 18 വയസ്സാണ്. ഇനി 6 വർഷം കഴിയുന്ന നേരത്ത് എത്ര ആയിരിക്കും? 18 + 6 24 ആയിരിക്കും. ആണേ. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ആഫ്റ്റർ 6 ഇയേഴ്സ് രാമൻസ് ഏജ് ബി 50% മോർ ദാൻ ദാറ്റ് ഓഫ് ഹാരിഷ് ഏജ്. 6 വർഷം കഴിയാൻ നേരത്ത് രാമന്റെ ഏജ് എന്ന് പറയുന്നത് ഹാരിഷിന്റെ ഏജിനേക്കാൾ 50% കൂടുതലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. രാമന്റെ ഏജ് എന്ന് പറയുന്നത് ഹാരിഷിന്റെ ഏജിന്റെ 50% ആകുമെന്നല്ല പറഞ്ഞേക്കുന്നത്, 50% കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 6 വർഷം കഴിയാൻ നേരത്ത് ഹാരിഷിന്റെ പെർസെന്റേജ് എത്ര? 24. ഹാരിഷിന്റെ ഏജ് എത്രയാണ്? 24. ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താ? രാമന്റെ ഏജ് എന്ന് പറയുന്നത് ഹാരിഷിന്റെ ഏജിനേക്കാൾ, അയാളുടെ ഏജ് എത്ര? 24. അതിനേക്കാൾ 50% കൂടുതലായിരിക്കും. അതായത് 24ന്റെ 50% കൂടുതലായിരിക്കും. 50% എന്ന് പറയുന്നത് ഇങ്ങനെ 50 / 100 ചെയ്താൽ ഇത് എത്ര കിട്ടി? ഇത് ക്യാൻസൽ ചെയ്യാൻ നേരത്ത് 12 എന്ന് കിട്ടും അല്ലെ? 12 എന്ന് കിട്ടും. അപ്പൊ എത്ര? 24 + 12 36. ഓക്കെ, രാമന്റെ ഏജ് എത്രയാണ്? 36 ആണ്. പക്ഷെ എപ്പം? 6 വർഷം കഴിയാൻ നേരത്ത്. 6 വർഷം കഴിയാൻ നേരത്ത് രാമന്റെ ഏജ് എത്രയാണ്? 36 ആണ്. 6 വർഷം കഴിയാൻ നേരത്ത് രാമന്റെ ഏജ് 36 ആണെങ്കിൽ പെർസെന്റേജ് എത്ര ആയിരിക്കും? പെർസെന്റേജ് ഓഫ് രാമൻ 6 വർഷം കഴിയാൻ നേരത്ത് അയാൾക്ക് 36 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് എത്ര ആയിരിക്കും? 30 ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താ? 5/6 ഓഫ് രാമൻസ് ഏജ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈസ് ഈക്വൽ ടു 5/6 ഓഫ് രാമൻസ് ഏജ്. രാമൻസ് ഏജ് എത്ര? 30. ഇത് എത്രയെന്ന് കിട്ടി? ക്യാൻസൽ ആയിപ്പോയി 25 എന്ന് കിട്ടി. രാഹുലിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 25 എന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? then ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് രാഹുൽ ആൻഡ് ഹാരിഷ്. രാഹുലിന്റെയും ഹാരിഷിന്റെയും ഏജിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ഏജ് എത്രയാ? 25. ഹാരിഷിന്റെ ഏജ് എത്രയാ? 18. എത്ര കിട്ടി? 25:18 എന്ന് കിട്ടി. ഓക്കെ, ഇനി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ട് ചോദിക്കുള്ളൂ. കാരണം ഒന്ന് നോക്കിയേ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? then ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് രാഹുൽ ആൻഡ് ഹാരിഷ്. രാഹുലിന്റെയും ഹാരിഷിന്റെയും ഏജിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഹാരിഷിന്റെ പെർസെന്റേജ് ഓൾറെഡി എത്രയും തന്നിട്ടുണ്ട്? 18 തന്നിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? രാഹുലിന്റെ ഏജ് ഡിവൈഡഡ് ബൈ ഹാരിഷിന്റെ ഏജ്. രാഹുലിന്റെ ഏജ് അറിയില്ല, പക്ഷെ ഹാരിഷിന്റെ ഏജ് എത്രയെന്ന് അറിയാം? 18 എന്നറിയാം. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര അടുത്ത് 18 ഉണ്ട്? ഒരിടത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് വല്ലതും ചെയ്തു നോക്കണോ? വേണ്ട. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര ആൻസർ ചെയ്യാം? ഓപ്ഷൻ എ ആൻസർ ചെയ്യാം. ഓക്കെ, വെറുതെ ടൈം കളയേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഓക്കെ, പക്ഷെ എന്നും പറഞ്ഞ് ചോദിക്കാതിരിക്കുകയൊന്നുമില്ല, ചോദിക്കാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തലോട്ട് പോകാലോ. The sum of ages of A, B and C is 81. 1 year before, the ratio of ages of A and B was 1:2 and that of B and C was 4:7. So find the age of B after 6 years. Okay, നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എയുടെയും ബിയുടെയും സിയുടെയും ഏജിന്റെ സം ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്? 81 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കണേ, ഈ തന്നിരിക്കുന്ന റേഷ്യോ എന്താ? 1 year before the ratio of A and B. ഒരു വർഷം മുമ്പ് എയുടെയും ബിയുടെയും റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ളത്? 1:2. അതേപോലെ ആൻഡ് ദാറ്റ് ഓഫ് ബി ആൻഡ് സി. ഒരു വർഷം മുമ്പുള്ളതാണ് എത്രയെന്നും തന്നിട്ടുള്ളത്? 4:7. ഓക്കെ, സോ ഫൈൻഡ് ദ ഏജ് ഓഫ് ബി ആഫ്റ്റർ 6 years. ഓക്കെ, ഇത് എളുപ്പ രീതിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കിയേ. ഇതെന്ന് പറയുന്നത് അവരുടെ പ്രസന്റ് ഏജിന്റെ സമ്മ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുമ്പുള്ള അവരുടെ ഏജിന്റെ സം എത്ര ആയിരിക്കും? ഒരു വർഷം മുമ്പുള്ള 1 year ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പാണ് അല്ലെ? ഒരു വർഷം മുമ്പുള്ള അവരുടെ ഏജിന്റെ സം എത്ര ആയിരിക്കും? A + B + C എത്ര ആയിരിക്കും? നോക്കിയേ, പ്രസന്റ്ലി അവരുടെ ഏജിന്റെ സം എത്രയാ? 81 ആണ്. ഒരു വർഷം മുമ്പാണെങ്കിൽ എക്ക് 1 വയസ്സ് കുറയും, ബിക്ക് 1 വയസ്സ് കുറയും, സിക്ക് 1 വയസ്സ് കുറയും. അപ്പൊ മൊത്തം എത്ര വയസ്സ് കുറഞ്ഞു? 3 വയസ്സ് കുറഞ്ഞു. അപ്പൊ 81 എന്ത് കുറച്ചാൽ മതി? 3 കുറച്ചാൽ മതി. 81 3 കുറച്ചാൽ എത്ര കിട്ടി? 78 കിട്ടി.
ഓക്കെ, ഇനി 3 പേരുടെയും ഏജിന്റെ സം എത്രയെന്ന് കിട്ടി? 78 എന്ന് കിട്ടി. പെർസെന്റേജിന്റെ സം ആണോ? അല്ല, ഒരു വർഷം മുമ്പുള്ള അവരുടെ ഏജിന്റെ സം ആണ് എത്രയെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്? 78 എന്ന് കിട്ടിയിരിക്കുന്നു. ഇനി നോക്കിയേ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A:B റേഷ്യോ 1:2 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ B:C റേഷ്യോ 4:7 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A:B:C എത്രയാ? അങ്ങനെയാണെങ്കിൽ A:B:C എത്രയാ? A:B 1:2 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ B:C 4:7 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കുക, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. A:B:C, A:Bയും B:Cയും തന്നിട്ടുണ്ടെങ്കിൽ A:B:C എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, നമുക്ക് കോമൺ ആയിട്ടുള്ള സാധനം ഏതാ? ഈ ബിയുടെ കേസാണ് അല്ലെ. ബി എത്ര? 2ഉം 4ഉം ആണ്. ഇതെന്താക്കാൻ നോക്കുക? സെയിം ആക്കാൻ നോക്കുക. 2ന്റെയും 4ന്റെയും LCM എടുത്ത് എത്ര കിട്ടി? LCM എടുത്തു കഴിഞ്ഞാൽ 4 ആണ് അല്ലെ. അപ്പൊ ഈ 2 എന്നുള്ളത് 4 ആക്കണം. അതായത് A:B എന്നുള്ളതിന്റെ B എന്ന് പറയുന്നത് 4 ആക്കണം. നമുക്ക് ചുമ്മാ ബിയുടെ അവിടെ 4 എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യാം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എൻറ്റയർ റേഷ്യോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എത്രയെന്ന് കിട്ടി? 2:4 എന്ന് കിട്ടി. 2:4 എന്ന് പറയുന്നത് എത്ര തന്നെ? 1:2 തന്നെയാണ് അല്ലെ. 1:2 തന്നെ അല്ലേ. ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ ഓൾറെഡി 4 ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നോക്കിയേ, എയുടെ സ്ഥാനത്ത് എന്ത് വന്നു? 2 വന്നു. കാരണം എ എന്ന് പറയുന്നത് എത്രയാ? 1:2 അല്ലേ. 1:2 ആണ്. അപ്പൊ ഇവിടെ എത്ര വന്നു? എയുടെ സ്ഥാനത്ത് 2 വന്നു. ഇനി ബിയുടെ കേസ് നോക്കുക. ബി എത്ര? 2 × 2 4. ഇനി ബി ഇതാ ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പം അതെന്തായി? സെയിം ആയി. ഇനി സിയുടെ കേസ് എത്ര? 7. നമുക്ക് എന്ത് കിട്ടി? A:B:C എന്ന് പറയുന്നത് എത്ര? 2:4:7. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എയുടെ ഏജ് എത്രയാണ്? 2x ആണ്. എയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണ്. ബിയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 4x ആണ്. സിയുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 7x ആണ് അല്ലെ. ഇനി അതിന്റെ സം ആണ് എത്രയെന്ന് പറയുന്നത്? 78 എന്ന് പറയുന്നത്. 2x + 4x എത്രയാ? 6x. 6x + 7x 13x. 13x is equal to 78. x is equal to 6. x ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. x 6 ആണെങ്കിൽ 2x എത്രയാ? 2x എത്രയായിരിക്കും? 2x എന്ന് പറയുന്നത് 12 ആയിരിക്കും. 4x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 24 ആയിരിക്കും. 7x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 42 ആയിരിക്കും. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സോ ഫൈൻഡ് ദി ഏജ് ഓഫ് ബി ആഫ്റ്റർ 6 years. 6 വർഷം കഴിയാൻ നേരത്തുള്ള ബിയുടെ ഏജ് ആണ് ചോദിച്ചേക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ഈ ബിയുടെ പ്രസന്റ് ഏജ് ആണോ നമുക്ക് കിട്ടി 24 എന്ന് പറയുന്ന? അല്ല, ഒരു വർഷം മുമ്പുള്ള ഏജ് ആണ് എത്രയെന്ന് പറയുന്നത്? ഈ 24 എന്ന് പറയുന്നത്. ഒരു വർഷം മുമ്പ് ബിയുടെ ഏജ് എന്ന് പറയുന്നത് 24 അല്ലെ. ഒരു വർഷം മുമ്പുള്ള ബിയുടെ ഏജ് ആണ് എത്രയെന്ന് പറയുന്നത്? 24. അങ്ങനെയാണെങ്കിൽ ബിയുടെ പ്രസന്റ് ഏജ് എത്രയാ? 25. നമ്മളോട് എന്താ വെച്ചേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 6 വർഷം കഴിയാൻ നേരത്തുള്ള ബിയുടെ ഏജ്. പ്രസന്റ് ഏജ് 25 ആണെങ്കിൽ 6 വർഷം കഴിയാൻ നേരത്ത് ബിയുടെ ഏജ് എത്ര ആയിരിക്കും? 25 + 6 31. ഓക്കെ, എന്ത് വന്നു? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. Okay, at present the age of A to B is 4:5. Okay. 5 years ago, the ratio of B:C was 3:2. 5 years hence, the age of C became 30 years. Then at present, what is the age of A? Okay. A യുടെ present age ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? At present, the ratio of A:B is 4:5. പ്രസന്റ് അല്ലെ. നമുക്ക് പ്രസന്റ് ഉള്ള കേസാ തന്നിട്ടുള്ളത്. അറ്റ് പ്രസന്റ് എന്താ തന്നിട്ടുള്ള? A:B. A:B എത്രയും തന്നിട്ടുണ്ട്? 4:5 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അറ്റ് പ്രസന്റ് A:B എത്രയും തന്നിട്ടുണ്ട്? 4:5 ആണ് തന്നിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 5 years ago the ratio of the age of B:C was 3:2. ഓക്കെ, സോറി, എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പുള്ള റേഷ്യോ ഇവിടെ എഴുതാം. 5 years ago, 5 വർഷം മുമ്പുള്ള റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ളത്? B:C റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ളത്? 3/2. ഇനി എന്താ തന്നിരിക്കുന്നത്? 5 years hence the age of C becomes 30 years. 5 വർഷം കഴിയാൻ നേരത്ത് 5 years hence the age of C becomes 30. സിയുടെ ഏജ് എത്രയാണ്? 30 ആണ്. 30 വയസ്സാണ് അല്ലെ. 5 വർഷം കഴിയാൻ നേരത്ത് സിക്ക് 30 വയസ്സാവും. അങ്ങനെയാണെങ്കിൽ സിയുടെ കറന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ നോക്കുക, സിയുടെ പ്രസന്റ് ഏജ് എത്രയായിരിക്കും? 5 വർഷം കഴിയുമ്പോൾ സിക്ക് 30 വയസ്സായിരിക്കും. അങ്ങനെയാണെങ്കിൽ സിയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ആയിരിക്കും
ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ. 5 years എഗോയുടെ കേസിൽ ഇവിടെ ഉള്ള അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് സീഡ് ഏജ് എത്ര ആയിരിക്കും? പ്രസന്റ് ഏജ് 25 അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് എത്ര ആയിരിക്കും? സീഡ് ഏജ് എന്ന് പറയുന്നത് 20 ആയിരിക്കും അല്ലെ? പ്രസന്റ് ഏജ് 25 അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് ഏജ് എത്ര ആയിരിക്കും? അതിൽ നിന്ന് 5 കുറച്ചാൽ മതി. അപ്പൊ 25 - 5 20. ഇനി ശ്രദ്ധിച്ചേ, ഈ സി എന്ന് പറയുന്നതാണ് എത്ര? 2. ആ 2 എന്ന് പറയുന്നതാണ് എത്ര? സീഡ് ഏജ് എത്രയാ? 20 അല്ലെ? അപ്പൊ സി എന്ന് പറയുന്നതാണ് എത്ര? 2. ഇനി 2 20 ആണെങ്കിൽ, 2 എന്ന് പറയുന്നത് 20 ആണെങ്കിൽ 1 എത്രയാ? 20/2 10. 1 10. 1 10 ആണെങ്കിൽ 3 എത്രയാ? 3 × 10 30. 5 വർഷം മുമ്പുള്ള ബീഡ് ഏജ് ആണ് എത്രയെന്ന് പറയുന്നത്? 30 എന്ന് പറയുന്നത്. ഓക്കെ, 5 വർഷം മുമ്പ് ബീഡ് ഏജ് എത്രയാണ്? 30 ആണ്. 5 വർഷം മുമ്പ് ബീഡ് ഏജ് 30 ആണെങ്കിൽ പ്രസന്റ്ലി ബീഡ് ഏജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 35 ആയിരിക്കും. 30 + 5 35 ആയിരിക്കും അല്ലെ? 35 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിയുടെ പെർസെന്റേജ്, അതായത് ഈ 5 എന്ന് പറയുന്നതാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 35നെ റെപ്രസെന്റ് ചെയ്യുന്നത്. 5 35 ആണെങ്കിൽ 1 എത്രയാ? 35/5 7. 1 7 ആണെങ്കിൽ 4 എത്രയാ? 7 × 4 28. അങ്ങനെയാണെങ്കിൽ എയുടെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 28 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. സാധാരണ രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ കഴിയുന്നത് എങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അഭിഷേക്സ് പ്രസന്റ് ഏജ് ഈസ് 75% ഓഫ് സമീർസ് പ്രസന്റ് ഏജ് and the present age of Chetan is 125/2% of Samir's present age. If the difference of Samir's age and Chetan's age is more than the difference of Samir's age and Abhishek's age by 12 years, then find the average of their ages 2 years later. Okay. നമുക്ക് എന്താ തന്നിട്ടുള്ള? നമുക്ക് അതിനു മുമ്പേ അഭിഷേകിന്റെ പ്രസന്റ് ഏജ് എ എന്നും സമീറിന്റെ പ്രസന്റ് ഏജ് എസ് എന്നും ചേതന്റെ പെർസെന്റേജ് സി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ള? അഭിഷേക്സ് പെർസെന്റേജ്, അഭിഷേകിന്റെ പെർസെന്റേജ്, അതായത് എ ഈസ് ഈക്വൽ ടു അഭിഷേക്സ് പെർസെന്റേജ് 75% ഓഫ് സമീർസ് പെർസെന്റേജ്. സമീറിന്റെ പെർസെന്റേജിന്റെ 75%. ഈ പെർസെന്റേജ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? /100 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 75/100 ഓഫ് സമീർസ് ഏജ്. ഇനി ഈ 75 100 ക്യാൻസൽ ചെയ്യാലോ. 25ന്റെ ടേബിൾ ക്യാൻസൽ ചെയ്യാൻ നേരത്ത് 3/4 എന്ന് വരും അല്ലെ? 3/4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 3/4 ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ A/S എന്ന് പറയുന്നത് എത്രയാ? A/S എന്ന് പറയുന്നത് എത്രയാ? 3/4 ആണ് അല്ലെ? A/S എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത എന്താണ്? ആൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ചേതൻ ഈസ്, ചേതന്റെ എത്രയാണ്? സി ആണ്. The present age of Chetan is 125/2% of Samir's present age. 125/2 percentage ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? /100 ഇട്ട് കൊടുക്കുക. /100 into Samir's present age അല്ലെ? ഇനി ഇത് ക്യാൻസൽ ചെയ്യാലോ. എത്ര? 25ന്റെ ടേബിൾ ക്യാൻസൽ ചെയ്യാം. 5 4. ഇപ്പൊ എന്ത് കിട്ടി? C is equal to 5/8s. ഓക്കെ, 25ന്റെ ടേബിൾ ക്യാൻസൽ ചെയ്താൽ ഇത് 5 തവണ 100 4 തവണ. 5/2 × 4. 2 × 4 എത്ര? 8 ആണ്. അങ്ങനെയാണെങ്കിൽ C /S എന്ന് പറയുന്നത് എത്ര കിട്ടി? 5:8 എന്ന് കിട്ടി. ഓക്കെ ആണ്. ഇനി ഇനി നോക്കിയേ, നമുക്ക് എന്താ തന്നിട്ടുള്ള? A:S റേഷ്യോ എത്രയെന്നറിയാം? 3:4 ആണ്. ഇനി C/S എന്ന് പറയുന്ന 5:8 ആണെങ്കിൽ S/C എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അത് തിരിച്ചെഴുതിയാൽ അല്ലേ? 8:5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കി, A:S 3:4. അങ്ങനെയാണെങ്കിൽ S:C എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 8:5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി A:S തന്നിട്ടുണ്ട്, S:C തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A:S:C കണ്ടുപിടിക്കാലോ. ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു തന്നുള്ളൂ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 ആണ്, ഇവിടെ 8 ആണ്. എന്താക്കാൻ നോക്കുക? LCM എടുത്ത് സെയിം ആക്കാൻ നോക്കുക. അപ്പൊ ഈ 4 എന്നുള്ളത് എന്താവണം? 8 ആവണം. 4ന്റെ 8ന്റെ LCM എത്ര? 8 ആണ് അല്ലെ? അപ്പൊ 4 എന്നുള്ളത് 8 ആകണം. അപ്പൊ ഈ A:S എന്നുള്ളത്, അതിൽ S എന്ന് പറയുന്നത് 8 ആവണം. എന്ത് ചെയ്താൽ മതി?
4 ഇൻറ്റു 2 ചെയ്താൽ പോരെ. അപ്പൊ ഇൻറ്റു 2 ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ചെയ്യണം. ഓക്കെ, എയുടെ കേസിലും ചെയ്യണം. അപ്പൊ 3 ഇൻറ്റു 2 എത്ര കിട്ടി? 6 എന്ന് കിട്ടി. 4 ഇൻറ്റു 2 എത്ര? 8. ഇനി സി എത്രയാണ്? 5 ആണ്. കാരണം 8:5 യാതൊരു മാറ്റവും ഇല്ലല്ലോ. കാരണം എസിന്റെ എൽസി എന്ന് പറയുന്നത് എത്ര തന്നെ? നമുക്ക് 8 തന്നെയാണ്. ഓക്കെ, നമുക്ക് അപ്പൊ എന്ത് കിട്ടി? A:S:C കിട്ടി. ഇനി സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇഫ് ദ ഡിഫറൻസ് ഓഫ് സമീർ സേജ് ആൻഡ് ചേതൻ സേജ് is more than the difference of Samir Sage and Abhishek Sage by 12 years. Okay, അഭിഷേകിന്റെ പെർസെന്റേജ് എത്രയാ? 6 ആണ്. സമീറിന്റെ പെർസെന്റേജ് എത്രയാ? 8 ആണ്. ചേതന്റെ പെർസെന്റേജ് എത്രയാണ്? 5 ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് ദ ഡിഫറൻസ് ഓഫ് സമീർ സേജ് ആൻഡ് ചേതൻ സേജ്, സമീർ സേജിന്റെയും ചേതൻ സേജിന്റെയും ഡിഫറൻസ് എത്ര? ശ്രദ്ധിക്കണേ, സമീർ സേജിന്റെയും ചേതൻ സേജിന്റെയും ഡിഫറൻസ് എത്ര? 8 5 കുറച്ച് എത്ര? 3. ഈസ് മോർ ദാൻ ദ, ഈ 3 എന്ന് പറയുന്നത് എന്താണ്? ഈസ് മോർ ദാൻ ദ ഡിഫറൻസ് ഓഫ് സമീർ സേജ് ആൻഡ് അഭിഷേക് സേജ് ബൈ 12. എന്താ പറഞ്ഞേക്കുന്നത്? അതെന്ന് പറയുന്നത് സമീർസിന്റെ ഏജിന്റെയും അഭിഷേകിന്റെ ഏജിന്റെയും ഡിഫറൻസ്, അതായത് എത്ര? 6ഉം 8ഉം. അവരുടെ ഏജിന്റെ ഡിഫറൻസ് എത്രയാണ്? 2. ഈ 2നേക്കാൾ 12 കൂടുതലാണ്. എന്താ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്? ഈ 3 എന്ന് പറയുന്നത് 2നേക്കാൾ 12 കൂടുതലാണ്. ഓക്കെ, 3 എന്ന് പറയുന്നത് 2നേക്കാൾ 12 കൂടുതലാണ്. അതായത് 3 - 3 എന്ന് പറയുന്നത് 2നേക്കാൾ 12 കൂടുതലാണെന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇങ്ങോട്ട് പോകുന്നിടത്ത് എത്ര? 3 - 2 ആയി. അതായത് 1 എന്ന് പറയുന്നതാണ് എത്ര? 12. ഇനി ഈ സ്റ്റേറ്റ്മെന്റിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ, അഭിഷേകിന്റെ പെർസെന്റേജ് എത്രയാ? 6x. സമീറിന്റെ പെർസെന്റേജ് എത്രയാ? 8x. ചേതന്റെ പെർസെന്റേജ് എത്രയാ? 5x. ഇനി സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഡിഫറൻസ് ഓഫ് സമീർ സേജ് ആൻഡ് ചേതൻ സേജ്, സമീർ സേജിന്റെയും ചേതൻ സേജിന്റെയും ഡിഫറൻസ്, അതായത് എത്ര? 8x - 5x, 8x - 5x എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ദ ഡിഫറൻസ് ഓഫ് അഭിഷേക് സമീർ സേജ് ആൻഡ് അഭിഷേക് സേജ്. സമീർസിന്റെ ഏജ് എത്ര? 8x ആൻഡ് അഭിഷേക് സേജ് 6x. അതിനേക്കാൾ എത്ര? ബൈ 12 years. അതായത് ഇവരുടെ ഏജിന്റെ ഡിഫറൻസ്, സമീർസിന്റെ ഏജിന്റെയും ചേതന്റെ ഏജിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് സമീറിന്റെ ഏജിന്റെയും അഭിഷേകിന്റെ ഏജിന്റെയും ഡിഫറൻസിനേക്കാൾ 12 കൂടുതലായിരിക്കും എന്നാണ്. അതായത് സമീർ സേജിന്റെയും അഭിഷേക് സേജിന്റെയും ഡിഫറൻസിനേക്കാൾ എത്ര കൂടുതലായിരിക്കും? 12 കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടി? 3x കിട്ടി. 8 - 5x is equal to 3x. 3x is equal to 8x - 6x എത്ര? 2x plus 12. അങ്ങനെയാണെങ്കിൽ x is equal to എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഞാൻ പിന്നെ ഇത്ര എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, നമുക്ക് വാല്യൂ കിട്ടി. ഇനി നോക്കിയേ, നമുക്ക് എന്ത് കിട്ടി? x 12 ആണ് കിട്ടി. x 12 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതല്ല എളുപ്പം. r എത്രയാ? അതായത് 6x എത്രയാ? ഇതാ ഇവരുടെ ഏജ് 6x എത്രയാ? 6 × 12. 6 × 12. ഓക്കെ, അവിടെ സ്ഥലമില്ലല്ലോ, നമുക്ക് ഇവിടെ എഴുതാം. എയുടെ ഏജ് 6 × 12 എത്ര കിട്ടി? 72. ഇനി അതേപോലെ അടുത്ത ആരുടെ ഏജാ? സമീറിന്റെ ഏജ്. സമീറിന്റെ ഏജ് എന്ന് പറയുന്നത് എത്ര? 8 × 12. 8x അല്ലേ? 8 × 12 എത്ര കിട്ടി? 96. ഇനി അടുത്ത ആരുടെ ഏജാ? ചേതൻ സേജ്. ചേതൻ സേജ് എന്ന് പറയുന്നത് എത്രയാ? 5x ആണ്. 5 × 12 ആണ്. 5 × 12 എത്ര? 60 ആണ്. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? then find the average of their age 2 years later. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ആവറേജ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്താൽ അറിയാം? ഒന്നെങ്കിൽ അവരുടെ 2 വർഷം കഴിയാൻ നേരത്തുള്ള ഏജ് എടുക്കുക. അതായത് അഭിഷേകിന്റെ പെർസെന്റേജ് എത്ര? 72 ആണ്. അതേപോലെ സമീറിന്റെ 96 ആണ്. ചേതന്റെ 60 ആണ്. അപ്പൊ 2 വർഷം കഴിയാൻ നേരത്തെ അവരുടെ ഏജ് എത്ര? 72 + 2, 96 + 2, 60 + 2 അല്ലെ? അതായത് 74, 98, 62. ഒന്നെങ്കിൽ അതിന്റെ ആവറേജ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ആവറേജ് എടുക്കുക. ഇപ്പോഴേ ആവറേജ് എടുക്കാൻ നേരത്തെ എത്ര? അവരുടെ പെർസെന്റേജിന്റെ ആവറേജ് എത്രയാ? അവരുടെ പെർസെന്റേജിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാ? ഇത് എവിടെ എഴുതാം? a + s + c / 3. അതാണ് അവരുടെ പെർസെന്റേജിന്റെ ആവറേജ് എന്ന് പറയുന്നത് അല്ലെ? അതായത് എത്ര? 72 + 96 + 60 എന്ന് പറയുന്നത് 228 എന്ന് കിട്ടും അല്ലെ? 228 / 3. ഇത് എത്ര വന്നു? 76 എന്ന്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അവരുടെ പെർസെന്റേജിന്റെ സം എന്ന് പറയുന്നത് അല്ലെ? അവരുടെ പെർസെന്റേജിന്റെ സം എത്രയെന്ന് കിട്ടി? 76 എന്ന് കിട്ടി. അവരുടെ പെർസെന്റേജിന്റെ ആവറേജ് ആണ് 76 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയാനുള്ള അവരുടെ ആവറേജ് എത്ര ആയിരിക്കും? ഈ ആവറേജിനോട് 2 കൂട്ടിയാൽ മതി. 76 + 2 കൂട്ടിയാൽ. ഓക്കെ, നിങ്ങൾ എങ്ങനെ ചെയ്താലും ഈ ആൻസർ തന്നെ കിട്ടുള്ളൂ. ഓക്കെ,
2 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ ഏജ് എടുത്തിട്ട് അതിന്റെ സം എടുത്ത് ആവറേജ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രസന്റ് ആവറേജ് കണ്ടുപിടിച്ച് അതിന്റെ കൂടെ 2 കൂട്ടിയാലും മതി. 2 വർഷം കഴിയാൻ നേരത്തുള്ള ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 കൂട്ടിയാൽ മതി അവരുടെ ഓൾറെഡി ഉള്ള ആവറേജിന്റെ കൂടെ. ഓക്കെ, എത്ര കിട്ടി നമുക്ക്? 78 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലോട്ട് പോവാം. If 1 year is added to the age of elder sister, then the ratio of ages of younger and elder sister becomes 0.5:1. Okay. But if 2 years are subtracted from the age of the younger one, then the ratio of ages of younger and the elder sister becomes 1:3 respectively. Okay, find the age of the two sisters. Okay, നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത്? യങ്ങർ സിസ്റ്ററിന്റെ പെർസെന്റേജ് y എന്നും എൽഡർ സിസ്റ്ററിന്റെ പെർസെന്റേജ് e ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 1 year is added to the age of the elder sister, എൽഡർ സിസ്റ്ററിന്റെ പെർസെന്റേജിന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ then the ratio of younger and elder sister becomes 0.5:1. Okay, നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? യങ്ങർ സിസ്റ്ററിന്റെയും എൽഡർ സിസ്റ്ററിന്റെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എൽഡർ സിസ്റ്ററിന്റെ ഏജിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ, അതായത് E+1 ആയി കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 0.5/1. പിന്നെ റേഷ്യോ പോയിന്റ് കിടക്കുന്നുണ്ട്, അപ്പൊ തന്നെ മാറ്റിക്കണം. ഓക്കെ, റേഷ്യോ ഒരിക്കലും പോയിന്റ് എഴുതരുത്. അപ്പൊ 0.5 എന്ന് പറയുന്നത് എത്രയാ? 1/2 ആണ് അല്ലെ? 1/2 ആണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. 2 × 1 എത്ര തന്നെയാണ്? 2 തന്നെയാണ് അല്ലെ? അതുകൊണ്ട് അതിൽ യാതൊരു മാറ്റവും കാണും. ഇനി നമുക്ക് എന്ത് കിട്ടി? y ഡിവൈഡഡ് ബൈ E+1 എത്രയെന്ന് കിട്ടി? 1/2 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബട്ട് ഇഫ് 2 years are subtracted from the age of the younger one, then the ratio of the ages of younger and elder sister becomes 1:3. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? യങ്ങർ സിസ്റ്ററിന്റെ ഏജിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ y-2 ആയി കഴിഞ്ഞാൽ എന്താകുമെന്നാ പറഞ്ഞിരിക്കുന്നത്? y-2 ഡിവൈഡഡ് ബൈ e എന്ന് പറയുന്ന റേഷ്യോ എത്രയാകും? 1/3 ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാലോ. y ഡിവൈഡഡ് ബൈ E+1 എത്രയെന്ന് കിട്ടി? 1/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ എത്ര കിട്ടി? 2y is equal to E+1. 2y minus e is equal to 1 എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ കേസിലോ ഈ 3 ഇങ്ങോട്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ ഇങ്ങോട്ടും കൊണ്ട് അല്ലെ? 3 × y-2, 3y minus 6, 3y minus 2 × 3 എന്ന് പറയുന്നത് എത്ര? 3y minus 6 is equal to e. അങ്ങനെയാണെങ്കിൽ 3y minus e is equal to 6 എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? 2 ഇക്വേഷനായി. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 കമ്പയർ ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു? ഇവിടെ 3y minus e is equal to 6. ഓക്കെ, ഇക്വേഷൻ 1 ഉം 2 കമ്പയർ ചെയ്ത് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇത് അവിടെ മൈനസ് പ്ലസ് മൈനസ്, ഇത് ഈ മീൻ ക്യാൻസൽ ആയി പോയി. 2y minus 3y minus y, 1 minus 6 minus 5. അങ്ങനെയാണെങ്കിൽ y യുടെ ഏജ് എത്രയെന്ന് വന്നു? 5 എന്ന് വന്നു. ഓക്കെ, നിങ്ങൾക്ക് y യുടെ ഏജ് -2 എല്ലാം കിട്ടിയാൽ തെറ്റാണ്. ഏജ് -2 വരുമോ? ഇല്ല, ഇവിടെ ക്യാൻസൽ ആയിപ്പോ. y is equal to 5. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 2y is equal to E+1 ആണ്. 2y is equal to E+1. 2y is equal to E+1 ആണ്. y എത്രയാ? 5 ആണ്. 2 × 5 എത്ര? 10. 10 is equal to E+1. e is equal to 10 minus 1 എത്ര? 9. നമുക്ക് എന്ത് കിട്ടി? ഏജ് എത്രയെന്ന് കിട്ടി? 5 എന്ന് 9 എന്നും കിട്ടി അല്ലെ? അവരുടെ ഏജ് എത്രയെന്ന് കിട്ടി? 5 എന്ന് 9 എന്നും കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്ന? ഫൈൻഡ് ദ ഏജ് ഓഫ് ദ 2 സിസ്റ്റേഴ്സ്. ഓക്കെ, അവരുടെ രണ്ടുപേരുടെ ഏജ് ചോദിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാ? 5 ഉം 9 ഉം. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് മൂവ് ചെയ്യാലോ. അടുത്ത് നോക്കിയേ. ദ റേഷ്യോ age of A is to C is 1:2, C is to D is 2:3, and B is to C is 5:6. If the difference in the age of B and D is 28, then find the average age of A and B. Okay, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A is to C, sorry, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A is to C തന്നിട്ടുണ്ട് അല്ലെ? A is to C എത്രയും തന്നിട്ടുണ്ട്? 1:2 തന്നിട്ടുണ്ട്. അതേപോലെ C is to D എത്രയും തന്നിട്ടുണ്ട്? 2:3 തന്നിട്ടുണ്ട്. അതേപോലെ B is to C എത്രയും തന്നിട്ടുണ്ട്? 5:6 ആണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. A is to
സി ഈസ് ടു ഡി എത്രയാ? എ ഈസ് ടു സി എത്രയാ? 1:2 ആണ്. സി ഈസ് ടു ഡി എത്രയാ? 2:3 ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു സി ഈസ് ടു ഡി എത്രയെന്ന് എഴുതാം? 1, 2, 3 എന്ന് എഴുതാം. എഴുതാലോ? ഇനി നോക്കിയോ, എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി, ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ? എ ഈസ് ടു സി ഈസ് ടു ഡി എത്രയെന്ന് അറിയാം? 1:2:3 ആണെന്ന് അറിയാം. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ബി ഈസ് ടു സി 5:6 ആണെന്ന് തന്നിട്ടുണ്ട്. 5:6 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇനി നോക്കിയേ ഏതാ കോമൺ ആയിട്ടുള്ള? സിയുടെ റേഷ്യോ ആണ് കോമൺ ആയിട്ടുള്ള. 2ഉം 6 അല്ലെ? എൽ സി എടുക്കാമല്ലോ. 2ഉം 6ന്റെ എൽ സി എത്രയാ? 6 ആണ്. അതായത് അപ്പൊ ഈ 2 എന്നുള്ളത് എന്താകണം? 6 ആകണം. 2 എന്നുള്ള 6 ആവാൻ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എൻറ്റയർ റേഷ്യോന് എന്ത് ചെയ്തോളണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളണം. ഓക്കെ, താഴത്തെ കേസിൽ 6 തന്നെയാണ്, അതുകൊണ്ട് മാറ്റണ്ട. ഇത് നോക്കി, എയുടെ എത്ര? 1. 1 into 3 എത്ര? 3. ഇനി ദാ സി 2 into 3 എത്ര? 6. 3 into 3 എത്ര? 9. ഇവിടെ ഓൾറെഡി ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ബിയുടെ എത്ര തന്നെ? 5 തന്നെയാണ്. ഇവിടെ 6 ആണ്. അപ്പൊ സെയിം ആയില്ലേ? ഇവിടെയും 6 ആണ്, ഇവിടെയും 6 ആണ്. അപ്പൊ എന്ത് കിട്ടി? എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി എത്രയെന്ന് കിട്ടി? 3:5:6:9 എന്ന് കിട്ടി ആണേ. ഇനി നമുക്ക് നോക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ ഏജ് എത്രയാണ്? 3x ആണ്. ബിയുടെ ഏജ് എത്രയാണ്? 5x ആണ്. സിയുടെ ഏജ് എത്രയാണ്? 6x ആണ്. ഡിയുടെ ഏജ് എത്രയാണ്? 9x ആണ്. ഇനി ഇഫ് ദ ഡിഫറൻസ് ഇൻ ദ ഏജ് ഓഫ് ബി ആൻഡ് ഡി, ബിയുടെയും ഡിയുടെയും ഏജ് ഡിഫറൻസ് എത്രയും തന്നിട്ടുണ്ട്? 28 തന്നിട്ടുണ്ട് അല്ലെ? ബിയുടെയും ഡിയുടെ ഏജ് ഡിഫറൻസ് എത്രയും തന്നിട്ടുണ്ട്? 28 തന്നിട്ടുണ്ട്. ഡിയുടെ ഏജ് എത്രയാ? 9 ആണ്. ബിയുടെ ഏജ് എത്രയാ? 5 ആണ്. അതിന്റെ ഡിഫറൻസ് എത്ര? 4. അതാണ് എത്രയെന്ന് പറഞ്ഞു തന്നിട്ടുള്ള? 28 അല്ലെ? അവരുടെ ഏജിന്റെ ഡിഫറൻസ് ആണ് എത്രയും തന്നിട്ടുള്ള? 28 തന്നിട്ടുള്ളത്. അപ്പൊ 4 28 ആണെങ്കിൽ 1 എത്രയാ? 7 ആണ്. 1 7 ആണെങ്കിൽ 3 എത്രയാ? 21 ആണ്. 5 എത്രയാ? 35 ആണ്. സി എത്രയാ? 42 ആണ് അല്ലെ? 3x. 1 7 ആണെങ്കിൽ 3 എത്രയാ? 21. 1 7 ആണെങ്കിൽ 5 എത്രയാ? 35. 1 7 ആണെങ്കിൽ 6 എത്രയാ? 42. അതേപോലെ 9. 1 7 ആണെങ്കിൽ 9 എത്രയാ? 63. നമുക്ക് 4 പേരുടെ ഏജ് കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ആവറേജ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെ ആവറേജ് മാത്രം മതി. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും കണ്ടുപിടിച്ചത് കേട്ടോ, വേറൊന്നും കണ്ടുപിടിക്കണ്ട അല്ലേ? എയുടെയും ബിയുടെ ആവറേജ് അല്ലേ ചോദിച്ചുള്ളൂ. ഇനി നോക്കി, എയുടെ ഏജ് എത്രയാ? 21 ആണ്. ബിയുടെ ഏജ് എത്രയാ? 35 ആണ്. അവരുടെ സം എത്ര കിട്ടി? 6, 56. നമ്മളോട് അവരുടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ പെർസെന്റേജ് പ്ലസ് ബിയുടെ പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 2. എ പ്ലസ് ബി എത്രയെന്ന് കിട്ടി? 56 എന്ന് കിട്ടി. 56 ഡിവൈഡഡ് ബൈ 2 28. ഓക്കെ, എന്ത് ചെയ്യാം? ഓപ്ഷൻ എ. നമ്മളോട് എയുടെയും ബിയുടെയും മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സി ഡി ഒന്നും കണ്ടുപിടിക്കണ്ട, വെറുതെ കണ്ടുപിടിച്ച് സമയം കളയണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലോട്ട് മൂവ് ചെയ്യാലോ. ക്ലിയർ അല്ലേ? ഓക്കെ, എന്താ തന്നിട്ടുള്ള? 4 years ago Shyam's age was 3/4 times that of Ram. Okay, 4 years hence Shyam's age will be 5/6 times that of Ram. What is the present age of Shyam? Okay, ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ തുടക്കം ചെയ്തായിരുന്നു. ഓക്കെ, തുടക്കം ചെയ്തായിരുന്നു. ഞാൻ ജസ്റ്റ് ആ സാധാ രീതിയിൽ എങ്ങനെ ചെയ്യുന്നുള്ള ഇക്വേഷൻ മാത്രം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാം. 4 വർഷം മുമ്പുള്ള ഷ്യാമിന്റെയും റാമിന്റെയും ഏജിന്റെ ഇത് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ്, ഷ്യാമിന്റെ പെർസെന്റേജ് എസും റാമിന്റെ പെർസെന്റേജ് എത്രയാണ്? 6 ആണെന്ന് വിചാരിക്കും. നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ എന്താ തന്നിട്ടുള്ള? 4 years ago, 4 വർഷം കഴിയാൻ നേരത്ത്. 4 വർഷം കഴിയാൻ നേരത്ത് ഷ്യാമിന്റെ ഏജ് എത്രയായിരിക്കും? S-4 ആയിരിക്കും അല്ലെ? കാരണം ഈ എസ് എന്ന് പറയുന്നത് പെർസെന്റേജ്. S-4 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? 3/4 ടൈംസ് ദാറ്റ് ഓഫ് റാം. റാമിന്റെ 4 വർഷം മുമ്പുള്ള ഏജിന്റെ 3/4 ആയിരിക്കും. അതായത് എത്ര? R-4. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 4 years hence, 4 വർഷം കഴിയുമ്പോൾ. 4 വർഷം കഴിയുമ്പോൾ ഷ്യാമിന് എത്ര വയസ്സാകും? S+4 ആകും അല്ലെ? ആ S+4 എന്ന് പറയുന്നത് എന്താണ്? 5/6 ടൈംസ് ദാറ്റ് ഓഫ് റാം. റാമിന്റെ ഏജിനേക്കാൾ 5/6 കൂടുതലായിരിക്കും അല്ലെ? 4 വർഷം കഴിയുന്ന റാമിന്റെ ഏജ് എത്രയാവും? R+4 ആകും. ഓക്കെ, ഇനി ഇത് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഇത് പക്ഷെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. എളുപ്പമാണ്, പക്ഷെ എന്നാലും കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ അങ്ങനെ ചെയ്യണ്ട, നമുക്ക് അല്ലാതെ എങ്ങനെ ചെയ്യാം. ഓക്കെ, ദ പ്രസന്റ്, ഇവിടെ പ്രസന്റ്, ഇവിടെ എന്താ? ആഫ്റ്റർ 4 years, ഇവിടെ എന്താ? 4 years before അല്ലെ? 4 years before അല്ലെങ്കിൽ 4 years ago, എന്താണ് കൊടുക്കുന്നത്? 4 years before. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 4 വർഷം മുമ്പ്
4 വർഷം മുമ്പ് ശ്യാമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമിന്റെ ഏജിന്റെ 3/4 ടൈംസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എസ് ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാവേ. അതേപോലെ ഇവിടുത്തെ കേസിൽ 4 വർഷം കഴിയാൻ നേരത്ത് ശ്യാമിന്റെ ഏജ് എന്ന് പറയുന്നത് 5/6 ടൈംസ് ദാറ്റ് ഓഫ് റാം അല്ലെ? അങ്ങനെയാണെങ്കിൽ എസ് ബൈ ആർ എന്നുള്ളത് എനിക്ക് ഇവിടെ എന്ത് എഴുതാം? 5/6 എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഇനി നോക്കിയേ, അതായത് 4 വർഷം മുമ്പ് അവരുടെ ഏജ് എത്ര? 3/4 ആണ്. 4 വർഷം കഴിയുമ്പോൾ 5/6 ആണ്. അതായത് അതിന്റെ ഇടയിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? പറഞ്ഞേ, എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? 8 വർഷത്തെ ഗ്യാപ്പ് ഇല്ലേ? കാരണം 4 വർഷം മുമ്പുള്ള റേഷ്യോ 4 വർഷം കഴിയുമ്പോൾ ഉള്ള റേഷ്യോ ആണ് തന്നേക്കുന്നത് അല്ലെ? 4 വർഷം മുമ്പുള്ള റേഷ്യോ ആണ് 3:4 എന്ന് പറയുന്നത്. അതേപോലെ 4 വർഷം കഴിയുമ്പോൾ ഉള്ള റേഷ്യോ ആണ് 5:6 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? 8 വർഷം ഗ്യാപ്പ് ഉണ്ട് അല്ലെ? അതായത് 3/4 എന്നുള്ളത് 5/6 ആവാൻ എത്ര വർഷം കഴിഞ്ഞു? 8 വർഷം കഴിഞ്ഞു അല്ലെ? അപ്പൊ 3 എന്നുള്ളത് എത്ര കൂടി? 2 കൂടി, 5 ആയി. 3 എന്നുള്ളത് 5 ആയി. എത്ര കൂടി? 2 കൂടി. 4 എന്നുള്ളത് എത്രയായി? 6 ആയി. എത്ര കൂടി? 2 കൂടി. പിന്നെ ഞാൻ പറയാണ്, ഈ ഇവിടെ രണ്ടിടത്ത് സെയിം ആയിരിക്കണം. സെയിം അല്ലെന്നുണ്ടെങ്കിൽ സെയിം ആക്കണം. സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെയും ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 എന്നുള്ളത് 4 ആയി, 1 കൂടി. 5 എന്നുള്ളത് 6 ആയി, 1 കൂടി. ഇവിടെ എത്ര കിട്ടുന്നു അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്ര കിട്ടുന്നു അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നോക്കാം. 3 എന്നുള്ളത് എത്രയായി? 5 ആയി. എത്ര കൂടി? 2 കൂടി. 4 എന്നുള്ളത് എത്രയായി? 6 കൂടി. 2 കൂടി. ഈ 2 എന്ന് പറയുന്നതാണ് എത്ര? 8 വർഷം. 2 എന്നുള്ള 8 ആണെങ്കിൽ 1 എന്നുള്ള എത്ര ആയിരിക്കും? 4 ആയിരിക്കും. 1 4 ആണെങ്കിൽ 3 എത്ര ആയിരിക്കും? 1 4 ആണെങ്കിൽ 3 എത്ര ആയിരിക്കും? 12 ആയിരിക്കും. 4 എത്ര ആയിരിക്കും? 16 ആയിരിക്കും. അപ്പൊ എസിന്റെ ഏജ് എത്രയെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ആറിന്റെ ഏജ് എത്രയെന്ന് കിട്ടി? 16 എന്ന് കിട്ടി. പക്ഷെ ഈ റേഷ്യോ എന്താണ്? ഇതെന്ന് പറയുന്നത് 4 വർഷം മുമ്പുള്ള റേഷ്യോ ആണ്. ഓക്കെ, 4 വർഷം മുമ്പ് എസിന് 12 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റേജ് എത്ര ആയിരിക്കും? പ്രസന്റേജ് എസിന്റെ 4 വർഷം മുമ്പ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റേജ് എത്രയാ? 16 ആണ്. ആറിന്റെ പ്രസന്റേജ് എത്രയാണ്? 16 + 4 20 ആണ്. നമ്മൾ ഈ റേഷ്യോ ഇട്ട് കൊടുത്താൽ നോക്കിയേ, ഇതെന്ന് പറയുന്നത് എന്താ? 4 വർഷം കഴിയുമ്പോൾ ഉള്ളതാണ്. 1 എന്ന് പറയുന്നത് 4 ആണ്. 1 4 ആണെങ്കിൽ 5 എത്ര? 20. അതായത് 4 വർഷം കഴിയുമ്പോൾ എസിന് എത്ര വയസ്സായി? 20 വയസ്സായി. ഓക്കെ, 4 വർഷം കഴിയുമ്പോൾ 20 വയസ്സാണെങ്കിൽ പ്രസന്റേജ് എത്ര ആയിരിക്കും? S-4 ആയിരിക്കും. അതായത് എത്ര? 20 - 4 16. അതേപോലെ ആറിന്റെ കേസ് നോക്കിയേ, റാം എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? 1 4 ആണെങ്കിൽ 6 എത്ര? 24 ആണ്. 4 വർഷം കഴിയാൻ നേരത്തെ 24 വയസ്സായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രസന്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രസന്റേജ് ഓഫ് ശ്യാം? ശ്യാമിന്റെ പ്രസന്റേജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലെ? ഓക്കെ, അത് എത്രയാ? 16 ആണ്. എന്ത് വന്നു? ഓപ്ഷൻ സി വന്നു. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ, 5 years ago the sum of ages of A and B was 58 years. Okay, the difference between the B's age 8 years ago and A's age 8 years hence is 16 years. The ratio of the percentage of A and B is. Okay, 5 വർഷം മുമ്പ് അല്ലെ? നമുക്ക് എന്താണെന്നുള്ള 5 years ago 5 വർഷം മുമ്പുള്ള എയുടെയും ബിയുടെയും ഏജിന്റെ സം ആണ് എത്രയെന്ന് പറയുന്നത്? 58 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസന്റില് അവരുടെ ഏജിന്റെ സം എത്ര ആയിരിക്കും? ശ്രദ്ധിക്കുക, 5 വർഷം മുമ്പുള്ള എയുടെയും ബിയുടെയും ഏജിന്റെ സം ആണ് എത്രയെന്ന് പറയുന്നത്? 58 എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് ആയപ്പോ എന്ത് പറ്റി? എക്കും 5 വയസ്സ് കൂടി, ബിക്കും 5 വയസ്സ് കൂടി അല്ലെ? അപ്പൊ മൊത്തം എത്ര കൂടി? എക്കും 5 കൂടി, ബിക്കും 5 കൂടി. അപ്പൊ മൊത്തം എത്ര കൂടി? 10 കൂടി അല്ലെ? അതായത് 58 + 10 68 ആണ്. ഓക്കെ, +5 മാത്രമല്ല, കാരണം എക്കും കൂടും ബിക്കും കൂടും, രണ്ടുപേർക്കും കൂടൂലേ? അപ്പൊ എത്രയാ? 68. നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ 58 + 5 ആയിരിക്കും എഴുതി വെക്കുന്നത്. തെറ്റാണ്, കാരണം രണ്ടുപേർക്കും കൂടുന്നില്ലേ? ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബീസ് ഏജ് 8 years ago. ഓക്കെ, ബിയുടെ പെർസെന്റേജ് ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബിയുടെ പെർസെന്റേജ് ബി ആണെങ്കിൽ 8 വർഷം മുമ്പുള്ള ബിയുടെ ഏജ് എത്ര ആയിരിക്കും? B-8 ആയിരിക്കും. ഓക്കെ, B-8 ആയിരിക്കും. അതിന്റെയും എയുടെ ഏജ് 5 വർഷം കഴിയുമ്പോൾ ഉള്ളതിന്റെയും ഡിഫറൻസ് ആണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ള? 16 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? എയുടെ ഏജ് 8 വർഷം കഴിയാൻ നേരത്തെ എത്ര ആയിരിക്കും? A+8 ആയിരിക്കും അല്ലെ? A+8 ആയിരിക്കും. അതിന്റെ ഡിഫറൻസ് ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള? 16 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? B-8 - A
-16 അല്ലല്ലോ, -8 is equal to 60. ഇനി നോക്കുക, b minus a, -8 -8 എത്ര, -16. -16 is equal to 60. അങ്ങനെയാണെങ്കിൽ b minus a is equal to 16 plus 16 എത്ര കിട്ടി, 32 കിട്ടി. b minus a is equal to 32. രണ്ട് ഇക്വേഷൻ അല്ലെ. a plus b is equal to 68 ഉം b minus a is equal to 32. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. b minus a എനിക്ക് ഇങ്ങനെ എഴുതാം, -a plus b is equal to 32. a മെയിൻ ക്യാൻസൽ ആയി പോയി. 2b is equal to 68 plus 32 എത്രയാ, 100. b is equal to 50 അല്ലെ. b is equal to 50. 100 divided by 2. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, a plus b എത്രയാണ്, a plus b is equal to 68. b യുടെ ഏജ് എത്രയെന്ന് കിട്ടി, 50 എന്ന് കിട്ടി. അപ്പം a plus 50 is equal to 68. അങ്ങനെയാണെങ്കിൽ a is equal to 68 minus 50 which is equal to 18. 50 60 വർഷം എത്രയാണ് ബാക്കി, 18 ആണല്ലേ. അപ്പൊ a യുടെ ഏജ് എത്രയെന്ന് കിട്ടി, 18 എന്ന് കിട്ടി. b യുടെ ഏജ് 50 എന്നും കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്, the ratio of present age of a and b ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം a by b ആണ് ചോദിച്ചിരിക്കുന്നത്. a by b ആണ് ചോദിച്ചിരിക്കുന്നത്. a എത്രയാ, 18 ആണ്. b എത്രയാ, 50 ആണ് അല്ലെ. 18 divided by 50 അതെത്ര വന്നു, 9 divided by 25. ഓക്കെ, നമുക്ക് റേഷ്യോ എത്ര വന്നു, 9:25. എന്ത് വന്നു, ഓപ്ഷൻ എ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളെ ക്വസ്റ്റ്യനിൽ ദ റേഷ്യോ ഓഫ് ദ പെർസെന്റേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ബി ആൻഡ് എ ചോദിക്കാം. അപ്പോഴും നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ ആദ്യത്തെ കാണുമ്പോൾ മാത്രം എടുത്ത് കൊടുക്കരുത്, അങ്ങനെ തെറ്റാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, A:B എന്ന് പറയുന്നതാണ് 9:25. B:A ആണെങ്കിൽ എത്രയാ, 25:9 ആണ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണേ, ഒരുപാട് തവണ മിസ്റ്റേക്ക് പറ്റാവുന്നതാണ്. ഇനി അടുത്തതിലോട്ട് പോവാം. The percentage of Sunil is 17/11 of the percentage of his brother. Okay, and the age of his sister is 13/11 of the percentage of Sunil's brother. After 10 years, the ratio of ages of Sunil and his brother is 11:8. Then what is the age of Sunil's sister after 5 years? Okay, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, the percentage of Sunil is 17/11 of the percentage of his brother. ഓക്കെ, അതിനു മുമ്പേ നമുക്ക് സുനിലിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എസ് ആയിട്ടും അയാളുടെ ബ്രദറിന്റെ പെർസെന്റേജ് ബി ആയിട്ടും സിസ്റ്ററിന്റെ പെർസെന്റേജ് എസ് ഐ ആണെന്നും വിചാരിക്കാം. ഓക്കെ, സുനിലിന്റെ പെർസെന്റേജ് എത്രയാണ്, എസ് ആണ്. ബ്രദറിന്റെ പെർസെന്റേജ് എത്രയാണ്, ബി ആണ്. സിസ്റ്ററിന്റെ പെർസെന്റേജ് എത്രയാണ്, എസ് ഐ ആണ്. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ദ പെർസെന്റേജ് ഓഫ് സുനിൽ, അതായത് സുനിലിന്റെ പെർസെന്റേജ് എത്രയാ, എസ് ആണ്. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, 17/11 ഓഫ് ഹിസ് ബ്രദേഴ്സ് പെർസെന്റേജ്. ബ്രദറിന്റെ പെർസെന്റേജ് എത്രയാണ്, ബി ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടി, എസ് ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു 17/11. ഓക്കെ, ഇനി നമ്മളോട് എന്താ അടുത്ത പറഞ്ഞിരിക്കുന്നത്, and the age of his sister is 13/11 of the percentage of his Sunil's brother. Okay, സിസ്റ്ററിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 13/11 ഓഫ് ദ പെർസെന്റേജ് ഓഫ് സുനിൽസ് ബ്രദർ. സുനിൽസിന്റെ ബ്രദറിന്റെ പെർസെന്റേജ് എത്രയാ, ബി ആണ്. അപ്പൊ നമുക്ക് അത് എന്ത് കിട്ടി, എസ് ഐ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് എത്ര കിട്ടി, 13/11 ആണ്. ഓക്കെ, ഇനി എന്താ നമുക്ക് തന്നിട്ടുള്ള, ആഫ്റ്റർ 10 years the ratio of Sunil and his brother is 11:8. Okay, സുനിലിന്റെയും ബ്രദറിന്റെയും പെർസെന്റേജിന്റെ റേഷ്യോ ആണ് എത്രയും തന്നിട്ടുള്ള, 17:11 തന്നിട്ടുള്ളത് അല്ലെ. സുനിലിന്റെയും ബ്രദറിന്റെയും പെർസെന്റേജ് ആണ് എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുള്ള, 7:11. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 10 വർഷം കഴിയാൻ നേരത്തുള്ള, ഒരു മിനിറ്റ് ഇവിടെ നിന്ന് എഴുതിക്കോട്ടെ, പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, 17:11 അല്ലെ. ഇനി 10 വർഷം കഴിയാൻ നേരത്ത് എത്രയാണ്, ആഫ്റ്റർ 10 years, 10 വർഷം കഴിയാൻ നേരത്തുള്ള അവരുടെ റേഷ്യോ ആണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ള, 11:8 ആയത് അല്ലെ. എ ബൈ ബി 10 വർഷം കഴിയാൻ നേരത്ത് ആഫ്റ്റർ 10 years. ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 17 എന്നുള്ളത് എന്തായി, 11 ആയി. 11 എന്നുള്ളത് എന്തായി, 8 ആയി. നിങ്ങൾ ഓർത്തേ, 11 എന്നുള്ളത് 11 ആയി, അതായത് 6 കുറഞ്ഞു. 10 വർഷം കഴിയാൻ നേരത്ത് ആർക്കെങ്കിലും ഏജ് കുറയുമോ, ഇല്ല. ഒബ്വിയസ്ലി ഏജ് കൂടുകയല്ലേ ഉള്ളൂ.
ഏജ് കൂടുതലേ ഉള്ളൂ. അപ്പൊ ഇവിടെയും കുറവാണ്. 17 എന്നുള്ളത് എന്തായി? 11 ആയി. 11 എന്നുള്ളത് എന്തായി? 8 ആയി. അത് കുറയാണ് ചെയ്തത് അല്ലെ? അപ്പം അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 11/8 എന്നുള്ളതിനെ എനിക്ക് 22 ഡിവൈഡഡ് ബൈ 16 എന്ന് എഴുതിക്കൂടെ? അതായത് ഞാൻ ഇൻറ്റു 2 ചെയ്തോളൂ. 11/8 എന്നുള്ളതിന് 22/16 എഴുതി. ജസ്റ്റ് രണ്ട് സൈഡ് ഇൻറ്റു 2 ചെയ്ത്. കാരണം ഇത് സ്റ്റിൽ എന്ത് തന്നെയാണ്? 11/8 തന്നെയാണ്. റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അത് ശ്രദ്ധിക്കണേ. റേഷ്യോ എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. റേഷ്യോ ഞാൻ മാറ്റിയിട്ടുമില്ല. 11/8 എന്നുള്ളതിന് പകരം ഞാൻ 22/16 എഴുതി. കാരണം ഇത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ എത്ര തന്നെയാണ്? 11/8 തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ഇവിടെ 11 എന്നുള്ളത് 11 ആവുകയാണ് ചെയ്തത്. അതായത് മൈനസ് ആവുകയാണ് ചെയ്തത്. മൈനസ് ആവുമോ? ഏജ് വർഷം കൂടാതെ കൂടുതലേ ഉള്ളൂ, കുറയുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? 11/8 എന്നുള്ളതിന് പകരം 22/16 എന്ന് എഴുതിയിരിക്കുന്നത്. സ്റ്റിൽ ശ്രദ്ധിക്കുക, അത് എത്ര തന്നെയാണ്? 11/8 തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ. അപ്പൊ 17/11 എന്നുള്ളത് എത്രയായി? 22/16 ആയി. 17 എന്നുള്ളത് എത്രയായി? 22 ആയി. എത്ര കൂടി? 5 കൂടി. 11 എന്നുള്ളത് എത്രയായി? 16 ആയി. എത്ര കൂടി? 5 കൂടി. അല്ലെ? ഇവിടെ രണ്ടിടത്ത് സെയിം ആയിരിക്കണം. അത് ഞാൻ പിന്നെയും പറയാണ്. 17 എന്നുള്ളത് എത്രയായി? 22 ആയി. അതായത് എത്ര കൂടി? 5 കൂടി. അതേപോലെ 11 എന്നുള്ളത് എത്രയായി? 16 ആയി. അതായത് എത്ര കൂടി? 5 കൂടി. ഈ 5 കൂടുന്നത് എത്ര വർഷത്തെ ഗ്യാപ്പിലാ? 10 വർഷത്തെ ഗ്യാപ്പില അല്ലെ? 10 വർഷത്തെ ഗ്യാപ്പിലല്ലേ ഈ 5 കൂടുന്നത്. അപ്പൊ ഈ 5 എന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്ന? 10 വർഷത്തിനെയാണ്. അതായത് 5 10 ആണ്. 5 10 ആണെങ്കിൽ 1 എത്രയാ? 1 2. 1 2 ആണെങ്കിൽ 17 എത്രയാ? 1 2 ആണെങ്കിൽ 17 എത്രയാ? 17 × 2 34. 1 2 ആണെങ്കിൽ അതേപോലെ 1 2 ആണെങ്കിൽ 11 എത്രയാ? 11 എത്രയാ? 22 ആണ്. 11 × 2. നമുക്ക് എന്ത് കിട്ടി? എയുടെയും ബിയുടെയും പെർസെന്റേജ് കിട്ടി. ഓക്കെ. ഇനി ഈ റേഷ്യോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലോ, ഇനി ഈ 11/8 എടുക്കരുത്. ഇനി 1 2 ആണെങ്കിൽ 22 എത്രയെന്നും 16 എത്രയെന്നുള്ള എടുക്കണം. പക്ഷെ അപ്പൊ കിട്ടുന്ന എത്രയായിരിക്കും? 10 വർഷം കഴിയുമ്പോൾ ഉള്ള റേഷ്യോ ആയിരിക്കും. ഓക്കെ. 10 വർഷം കഴിയുമ്പോൾ ഇതിനെ വേണമെങ്കിൽ നോക്കിയോ. 22 1 2 ആണെങ്കിൽ 22 എത്രയാ? 44. 10 വർഷം കഴിയാൻ നേരത്ത് അയാൾക്ക് 44 വയസ്സാകും. 10 വർഷം കഴിയാൻ നേരത്ത് അയാൾക്ക് 44 വയസ്സാവുമെങ്കിൽ പെർസെന്റേജ് എത്രയാ? 34 ആകാ. 34 അല്ലേ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. നമുക്ക് എന്ത് കിട്ടി? സോറി ഇവിടെ എ അല്ലല്ലോ. ഇവിടെ എത്രയായിരുന്നു? ഇവിടെ സുനിലായിരുന്നു. ഓക്കെ. ഇവിടെ സുനിലല്ലേ? സുനിലിന്റെയും ബ്രദറിന്റെയും പെർസെന്റേജ് അല്ലേ? അപ്പൊ നമുക്ക് സുനിലിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? സുനിലിന്റെ പെർസെന്റേജ് 34 എന്ന് കിട്ടി. സുനിലിന്റെ ബ്രദറിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 22 എന്ന് കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ദെൻ വാട്ട് ഈസ് ദ ഏജ് ഓഫ് സുനിൽ സിസ്റ്റർ ആഫ്റ്റർ 5 years? 5 വർഷം കഴിയാൻ നേരത്ത് സുനിലിന്റെ സിസ്റ്ററിന്റെ ഏജ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് റേഷ്യോ അറിയാം? ഓക്കെ. അതിന് മുമ്പ് സുനിലിന്റെ സിസ്റ്ററിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. സുനിലിന്റെ സിസ്റ്റർ ഡിവൈഡഡ് ബൈ ബ്രദർ എന്ന് പറയുന്നത് എത്ര? 13 ഡിവൈഡഡ് ബൈ 11. ഈ 11 എത്രയാണ്? ബ്രദറിന്റെ പെർസെന്റേജ് എത്രയെന്ന് അറിയാം? 22 അറിയാം. അപ്പൊ ഈ 11 എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 22നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 11 22 ആണെങ്കിൽ 1 എത്രയാ? 22 ഡിവൈഡഡ് ബൈ 11. 1 എത്ര കിട്ടി? 2 കിട്ടി. 1 2 ആണെങ്കിൽ 13 എത്രയാ? 13 × 2 26. ഓക്കെ. നമുക്ക് അപ്പൊ എന്ത് കിട്ടി? സിസ്റ്ററിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 26 ആന്ന് കിട്ടി. സുനിലിന്റെ സിസ്റ്ററിന്റെ പെർസെന്റേജ് എത്രയെന്ന് കിട്ടി? 26 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്ന പക്ഷെ അതാണോ? അല്ല. Then what is the age of Sunil's sister after 5 years? 5 വർഷം കഴിയാൻ നേരത്തുള്ള സുനിലിന്റെ സിസ്റ്ററിന്റെ സുനിലിന്റെ സിസ്റ്ററിന്റെ ഏജ് എത്രയെന്നാണ്. അതായത് സുനിലിന്റെ ഏജ് എത്രയാണ്? സുനിലിന്റെ സിസ്റ്ററിന്റെ ഏജ് എത്രയാണ്? 26 ആണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിയാൻ നേരത്ത് എത്ര വയസ്സായിരിക്കും? 26 + 5 ആയിരിക്കും. എത്ര വന്നു? 31 years. ഓക്കെ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എന്ത് വന്നു? 31 വന്നു. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി ഏജസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അത്ര ഡിഫിക്കൽട്ട് ലെവലുകളൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ. താങ്ക് യു.